ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതെ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദിനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമാം. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. हरे कृष्ण. ആ, കൃഷ്ണ ചൈതന്യ കൃപാദാസ് പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഒരുപാട് ഹരേ സന്തോഷം കൃഷ്ണ. പ്രഭു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഭു അവിടെ സേവയിലായിരുന്നു. അതാണ് ഇന്ന്. ഒന്ന് എത്തി നോക്കാനേ പറ്റുള്ളൂ. അതെ അതെ അതെ. അപ്പം പ്രഭു ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഹരേ കൃഷ്ണ രാധാ മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ യമുന മാതാജി. ഹരേ എല്ലാവർക്കും കൃഷ്ണ. ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രീമദ് ഭാഗവത ആ, പാരായണത്തിലേക്ക് അല്ലെങ്കിൽ ഭാഗവത രസമാലയം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ശ്രീമദ് ഭാഗവതം എന്താണ് പറയുന്നത് ബുക്ക് കണ്ടിട്ടുള്ളതല്ലാതെ ഞാനത് അങ്ങനെ വായിച്ചിട്ടോ എനിക്ക് അതിനുള്ള യാതൊരു പരിജ്ഞാനവും ഒന്നുമില്ല. കാര്യം അത്ര വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. കൃഷ്ണ ചൈതന്യ പ്രഭു എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. കാര്യം ആ, ഞാനത് അത്ര ഹെവിയാണ്, പക്ഷെ അത്രയും മധുരവുമാണ്. ഞാനത് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ആ, കാര്യം അത് വർഷങ്ങൾ എടുക്കും ഇത് തീരണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിച്ചിട്ട് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകണം. കാര്യം ഇത് എടുത്തിട്ട് പലരും ഒക്കെ മുടങ്ങി പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മുടങ്ങാതിരിക്കാനും എല്ലാത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പരമദൈവത്വം കൃഷ്ണനായ ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ മായ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുൻപ് കൃഷ്ണ ചൈതന്യ പ്രഭു കഴിഞ്ഞ പ്രാവശ്യം പ്രഭു നമ്മളോട് ആ, അങ്ങനെ സേവയിൽ ഇരുന്നാരൊന്നും പറഞ്ഞില്ല. അപ്പൊ ചെറിയൊരു എന്തെങ്കിലും നമ്മുടെ ഒരു അനുഗ്രഹ പ്രഭാഷണം പോലെ എന്തെങ്കിലും രണ്ട് വാക്ക് ഞങ്ങൾക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് തരുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു, സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം. ഹരേ കൂടുതൽ കൃഷ്ണ പ്രഭു. പറയാനായിട്ട് ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. രാധിക മാതാജി, ജാനാംബിക മാതാജി നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു മാതാജിയാണ്. അപ്പം മാതാജി ഒന്ന് കൂടുതൽ സോപ്പിടുന്നത് നല്ലതാ. കാര്യം നമുക്കൊന്ന് ഓടിച്ചെല്ലാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു സ്ഥലം അതാണല്ലോ. ഓക്കെ. പിന്നെ രാധാ മാതാജി ഉണ്ട്, സുജന മാതാജി, പിന്നെ ആരാണ് ഭാരതി മാതാജി അല്ലേ. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്. എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വെറുതെ ഒന്ന് വന്ന് പോകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വേറൊരു സേവയിലായിരുന്നു. പിന്നെ ആദ്യമേ തന്നെ ജയേഷ് പ്രഭു പറഞ്ഞു എനിക്ക് തീരെ കഴിവില്ല ഇതിന്. ഏഹ് അപ്പം കഴിയുമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഗുരുവിന്റെ കൃപയാലോ അല്ലെന്നുണ്ടെങ്കിൽ വൈഷ്ണവരുടെ കൃപയാലോ പറയാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്താ പറയാ എന്ന് എനിക്ക് ഒരു ആ പാടെ ഒരു ആശങ്കയിലാണ്. എന്തായാലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ട് 2 മിനിറ്റ് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം. അത്ര തന്നെ. അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഓമജ്ഞാനദിവിടാന്തസ്യ അനാഞ്ജനശലാകയ ചക്ഷുർമീതം ഞാൻ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഭു പറഞ്ഞ മാതിരി ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ഒരു ക്വാളിറ്റി വേണം. അതില്ലാതെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ക്വാളിറ്റി ഒന്നും പ്രഭു പറഞ്ഞ മാതിരി എനിക്കും ഇല്ല. പിന്നെ ഗുരുവിന്റെ കൃപയാൽ മാത്രം ഗുരു എന്തെങ്കിലും പറയാനായിട്ട്
എന്റെ മനസ്സിൽ തോന്നിക്കുന്നെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് വാക്ക് മാത്രമേ ഉള്ളൂ അത്രേ. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് നമ്മൾ നാട്ടിൽ ഭയങ്കരമായിട്ടൊക്കെ ഇത് ശ്രവിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഏഹ്, സപ്താഹങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരുന്ന് പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ശ്ലോകം ഓരോന്നെടുത്തിട്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്ത് പഠിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം ഈ വേദിയിൽ. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഇത്ര വിശദമായിട്ട് കേൾക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ. അപ്പൊ കഴിഞ്ഞ ദിവസവും ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊരു പിന്നെ വൈഷ്ണവൻ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്രയും പറയാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല, അദ്ദേഹം പറഞ്ഞ മാതിരി പറയാനായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമയെക്കുറിച്ച് പ്രഭു കഴിഞ്ഞ ആഴ്ച എല്ലാം പറഞ്ഞു തന്നിരുന്നു, അല്ലേ? അപ്പം നമ്മുടെ ഇപ്പം ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ആ, പിന്നെ ആ, എന്താണ് നാരായണം നമസ്കൃത്യം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, അത് പ്രഭു തുടങ്ങിയ ചൊല്ലിയിരുന്ന പ്രഭു. ശരിയായിരുന്നു. അതെ. അതില് നമ്മുടെ അഭദ്രങ്ങളെല്ലാം ഇതിലൂടെ ഇല്ലാതാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് അതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭദ്രങ്ങളെല്ലാം ഇല്ലാതാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അഭദ്രങ്ങളായിട്ട് ഭൗതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അഭദ്രത്തെ കുറിച്ചല്ല ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആത്മീയമായിട്ടുള്ള അഭദ്രങ്ങളെല്ലാം ഒഴിവായി കിട്ടും. ആ കൂട്ടത്തിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്രയും സീരിയസ് ആയിട്ട് ഇതിനെ കാണണം, കേൾക്കണം എന്ന് മാത്രമാണ് ആ, പറയാനുള്ളത്. അപ്പൊ അതില് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഇപ്പൊ ഒന്നാമത്തെ ശ്ലോകമല്ലേ പ്രഭു തുടങ്ങുന്നത്? അതെ, ശ്ലോകം ഒന്നാണ് ബ്രോ. അതെ. ഇപ്പൊ ശ്ലോകം ഒന്ന് തുടങ്ങുന്നതിന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു വരി ആദ്യമേ തന്നെ കാണാൻ പറ്റും. നമ്മൾ എപ്പോഴും ഏതൊരു ആ, സത്കർമ്മം തുടങ്ങുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ച് വൈഷ്ണവ ആ, യാത്രയിൽ ഉള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഇത് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി എന്ന് നമ്മൾ ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ശ്ലോകത്തിന്റെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരെങ്കിലും ഒന്ന് വായിക്കോ ഈ ശ്ലോകം? ഹരേ കൃഷ്ണ. മാതാജി ഒന്നാമത്തെ വായിക്കോ. ഹരേ അതെ കൃഷ്ണ. അതെ 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 അതെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം അധ്യായം 1 ശ്ലോകം 1 സ്കന്ധം 1. ഓം ജന്മാദ്യസ്യ യതോന്യയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് മാതാജി അത് ആ, ചൊല്ലി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ആ വാക്ക് അത് മാത്രമേ ഞാൻ പിന്നെ നോട്ട് ചെയ്യുന്നുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നാണ് ഈ ശ്ലോകം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. പദാനുപത തർജ്ജമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓം അല്ലയോ എന്റെ ഭഗവാനെ, നമഃ എന്റെ പ്രണാമം അർപ്പിക്കുന്നു, ഭഗവതേ പരമദിവ്യോത്തോ പുരുഷന്, വാസുദേവായ വാസുദേവന് അല്ലെങ്കിൽ വാസുദേവ സുതന് അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ വിവർത്തനത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലയോ വസുദേവ സുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തോ പുരുഷനെ, ഞാൻ അങ്ങേക്ക് ഭക്തി നിർഭരവും ആദരപൂർവമായ ഉപചാരം അർപ്പിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ വേറൊരു ശങ്കയും വേണ്ട. നമ്മൾ ആരെയാണോ പിന്നെ എന്താണ് ആദരപൂർവം ഉപചാരം അർപ്പിക്കേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? ഓം അല്ലയോ വാസുദേവ സുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ എന്ന് പ്രത്യേകം വെച്ച് അവിടെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് മേലെ ആരും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാന് മേലെ ആരെയും നമുക്ക് കാണേണ്ടതായിട്ടില്ല. കാരണം
ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമല പുരാണമാണ്. അതിനകത്ത് യാതൊരുവിധ കറക്ഷനും ഉണ്ടാവത്തില്ല. ഉറപ്പായിട്ടും അത് വേദങ്ങളെല്ലാം കടഞ്ഞെടുത്ത് അതിൽ നിന്ന് ആ, ഈ വ്യാസദേവന് പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തി ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവിനോട് അദ്ദേഹം ചോദിച്ചതിന് ശേഷം, എന്താണ് എനിക്ക് ഇങ്ങനെ ഒരു സംതൃപ്തി ഇല്ലാത്തത്? വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ ഇതെല്ലാം ഞാൻ രചിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് എനിക്ക് ഒരു സംതൃപ്തി ഉണ്ടാവാത്തതെന്ന് ചോദിച്ചപ്പോൾ ശാസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിനോട് പറഞ്ഞത്, നീ ആരെക്കുറിച്ച് എഴുതിയിട്ടില്ല? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച്, വസുദേവസുതനെ കുറിച്ച് നീ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നീ ഇനി അത് എഴുതി, അത് രചിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് സംതൃപ്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ പിന്നെ വ്യാസദേവൻ ഇത് രചിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോടെല്ലാവരും നമുക്ക് ഭഗവാൻ എന്ന് വിളിക്കാനായിട്ട് പലരെയും നമ്മൾ ഞാൻ ഇന്നൊരു ക്ലാസ് കേട്ടിരുന്നു. ഭഗവാൻ എന്ന് പല ദേവന്മാരെയും അവരോടുള്ള ബഹുമാനം വെച്ചിട്ടും അവരോടുള്ള ആദരവ് വെച്ചിട്ടും നമ്മൾ വിളിക്കും. പക്ഷെ ഈ ഭാഗവതം പഠിച്ചു പോകുമ്പോൾ തന്നെ പ്രഭു നിങ്ങൾക്ക് പറഞ്ഞു തരും സ്വയം ഭഗവാൻ ആരാണെന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഭഗവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വസുദേവസുതനായ ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് എല്ലാവർക്കും, ഈ കേട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ നമ്മുടെ അഭദ്രങ്ങളെല്ലാം തീർന്ന് നമ്മൾക്ക് കൊടിമുടി പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, പങ്കും ലങ്കേതേ ഗിരിം എന്ന രീതിയിൽ ആ വിഷയങ്ങളും ആ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് സുഖമായിട്ട് കയറി പോകാനുള്ള പിന്നെ ജ്ഞാനം നമുക്ക് ഇതിലൂടെ കിട്ടും. അതുപോലെ തന്നെ അനുഗ്രഹവും കിട്ടും. എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും പ്രത്യേകിച്ച് പ്രഭുപാദിൽ നിന്നും വ്യാസദേവനിൽ നിന്നും എല്ലാവരിൽ നിന്നും കിട്ടട്ടെ എന്ന് മനസ്സോടെ പിന്നെ നിങ്ങളെല്ലാം മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇനിയിപ്പോ പ്രഭു പറയും. പ്രഭു, എനിക്ക് ഒരു വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് GSSന്റെ. അതെയല്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് അതിലേക്ക് കടക്കുന്നു. ഇപ്പൊ കീർത്തനം തുടങ്ങി കാണുമല്ലോ. ഓക്കെ പ്രഭു. അപ്പൊ എല്ലാവരുടെ മുമ്പിൽ വീണ്ടും അപ്പൊ സമർപ്പണം. ഒരു- ചിലപ്പോ അനുവാദം ചോദിക്കാതായിരിക്കും ഞാൻ ഇത് ചെയ്യുന്നത്. അതെ. ഒരുപാട് താങ്ക്സ് പ്രഭു. പ്രഭുവിന്റെ അനുഗ്രഹ പ്രഭാഷണത്തില് പ്രഭു പങ്കെടുത്തതിലൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഭാഗവതം ഗ്രന്ഥരാജന്റെയും ശ്രീല പ്രഭുപാദരുടെയും അതുപോലെ തന്നെ എൻ്റെ ശിക്ഷാഗുരുവായ രവി ഗോരംഗദാസ് പ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് ഭാഗവത മാഹാത്മ്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ച് പരമദിവ്യോത്തമ പുരുഷനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപയാൽ യാതൊരു തടസ്സവും കൂടാതെ ഈ നമ്മളുടെ ഈ ഭാഗവത ആ രസം പാനം ചെയ്യാനായിട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാര്യം അത് ഭാഗവതം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോവുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ രസം ഉൾക്കൊള്ളണം. അത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് രസം എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ തുടക്കത്തിൽ നമ്മൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞും ചിലപ്പം ചിലർക്ക് പറയാൻ പറ്റാത്ത ചില സംഭവങ്ങൾ അന്ന് ആദ്യം എടുത്തിട്ട് ആരാണ് ഇതിൻ്റെ ഗ്രന്ഥരാജൻ, ആരാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പടിപടിയായിട്ട് പോകാം. ശ്രീമദ് ഭാഗവതം രചിച്ചത് ആരാണ്? ശ്രീല വ്യാസദേവൻ. അപ്പോൾ ശ്രീല വ്യാസദേവനാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതുപോലെ ഇതിനകത്ത് എത്ര സ്കന്ധങ്ങളുണ്ട്? 12 സ്കന്ധങ്ങളുണ്ട്. എത്ര ശ്ലോകങ്ങളുണ്ട്? 18,000 ശ്ലോകങ്ങൾ. 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങളുമുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുപ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം എന്താണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അല്ലെ, ഒരു വ്യത്യാസമില്ല. ഭഗവാനും ഭാഗവതമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ തനി സ്വരൂപമാണ്. ഭഗവാന്റെ ഓരോ അംഗങ്ങളുമാണ് ഓരോ കാണ്ഡമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഭഗവാന്റെ ഏറ്റവും ലീലകളൊക്കെ ഉള്ള സാക്ഷാൽ ഇത് 10ാം സ്കന്ധത്തിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ 10ാം സ്കന്ധം മാത്രം പഠിച്ചാൽ മതി എന്ന് ചിലർ വിചാരിച്ച് 10ാം സ്കന്ധത്തിലേക്ക് ഡയറക്റ്റ്ലി എത്തുന്ന ആൾക്കാരുടെ ശ്രീല പ്രഭുപാദരും മറ്റു പല ആചാര്യന്മാരും പറയുന്നുണ്ട് അവർ ചിലപ്പം എന്താണ് ഇതെല്ലാം ഇട്ടിട്ട് എറിഞ്ഞോടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാന്റെ മറ്റുള്ള മാഹാത്മ്യങ്ങളും മറ്റുള്ള കഥകളും എല്ലാം വരുന്നത് ആ 9 വരെയുള്ള ഖണ്ഡങ്ങളിലാണ്. അത് പഠിക്കാതെ നമ്മൾ ഈ 10ാം സ്കന്ധത്തിലേക്ക് ഡയറക്റ്റ്ലി ആരും തന്നെ പോകാനായിട്ട് ശ്രമിക്കരുത്. കാര്യം അത് ഓർഡറിൽ തന്നെ പഠിച്ചു പോരണം. അല്ലെങ്കിൽ സുഖദേവ് ഗോസ്വാമിക്ക് അത്
ആ, അത് എന്താ പറഞ്ഞ 10ാം സ്കന്ധം ആദ്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. അപ്പം ഇനി ഈ ഭാഗവതം അതിൻ്റെ ആ ഒരു ഇതിൻ്റെ സന്ദർഭവും അതുപോലെ തന്നെ ഇത് ആര് ആ, ഒരുപാട് പേര് ഇത് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ആദ്യമായിട്ട് ആരാണ് ആർക്ക് ഉപദേശിച്ചത്? ആദ്യമായിട്ട് സാക്ഷാൽ ഭഗവാൻ ആ, ആദിത്യ ജീവാത്മാവായ ബ്രഹ്മദേവന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മദേവൻ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? അദ്ദേഹത്തിന്റെ മാനസപുത്രനും ശിഷ്യനുമായ നാരദ നാരദമുനിക്ക് ഉപദേശിച്ചു നാരദ കൊടുത്തു. നാരദമുനി ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? വ്യാസദേവന് നാരദമുനി അദ്ദേഹത്തിന്റെ ശിഷ്യനായ വ്യാസദേവന് ഉപദേശിച്ചു കൊടുത്തു. വ്യാസദേവൻ അദ്ദേഹത്തിന്റെ പുത്രനും ശിഷ്യനുമായ സുഖദേവ് ഗോസ്വാമിക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അങ്ങനെയാണ് ഈ ഭാഗവതം ഇങ്ങനെ പോരുന്നത്. അതേപോലെ തന്നെ നരനാരായണ ഋഷികൾ ഭാഗവതം ഉപദേശിച്ചിട്ടുണ്ട്. മറ്റ് പലരും അതുപോലെ പ്രഹ്ലാദന് നാരദമുനി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ പുരാണങ്ങളിലേക്കൊക്കെ പോകുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗവതം തന്നെ പലതവണ മറ്റു പലർക്കും ഉപദേശിച്ചു കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഭാഗവതം വന്നത് അല്ലേ? അപ്പം നമ്മളിവിടെ വായിക്കാൻ പോകുന്ന ഭാഗവതം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രീല വ്യാസദേവൻ അദ്ദേഹത്തിന്റെ പുത്രനായ സുഖദേവ് ഗോസ്വാമി. അപ്പൊ സുഖദേവ് ഗോസ്വാമി സുഖബ്രഹ്മർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു. പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത ആ ശ്രീമദ് ഭാഗവതം അവിടെ ഇരുന്ന് കേട്ട സൂത സൂതൻ ബ്രഹ്മർഷി അത് പിന്നീട് എവിടെയാണ്? നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് ഇത് വീണ്ടും ശൗനക ശൗനകാദി ഋഷികളോട് വീണ്ടും പറയുമ്പോൾ അവിടെ ഇരുന്ന ലക്ഷക്കണക്കിന് ഋഷിവര്യന്മാര് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്നത് അല്ലേ? നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ആദ്യം പരീക്ഷത്തിന് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നു ശ്രീമദ് ഭാഗവതം. പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവിടെ സന്നിഹിതരായിരുന്ന സൂത ബ്രഹ്മർഷി, സൂത ഗോസ്വാമി എന്ന് നമ്മൾ പറയും കൃഷ്ണാവബോധത്തിലുള്ളവർ. അപ്പൊ സൂത ഗോസ്വാമി എന്ത് ചെയ്തു? ഇത് നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് ഇത് വീണ്ടും അവിടെ കൂടിയ ശൗനകാദി ഋഷിവര്യന്മാരോട് ഈ ശ്രീമദ് ഭാഗവതം വീണ്ടും പറയുന്നു. അവിടെ കൂടിയ ലക്ഷക്കണക്കിന് ഋഷിവര്യന്മാര്. നൈമിശാരണ്യം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന UP-യിലാണ്. അപ്പം അവിടെ ഇപ്പോൾ തീർത്ഥാടനത്തിന് പലരും പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ഭാഗവതമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഈ ഭാഗവതത്തിന്റെ ആ ഒരു മഹാത്മ്യം മുഴുവൻ അവിടെ ഉണ്ട്. അവിടുത്തെ ആ എനർജിയും പൊട്ടൻസിയും മുഴുവൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം നമ്മൾ അത് എങ്ങനെയാണ് ആ ശ്രീമദ് ഭാഗവതത്തിലേക്ക് എത്തിയത് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ഈ പരീക്ഷത്തിന് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ ഞാൻ വളരെ ചെറുതായിട്ട് തന്നെ പറഞ്ഞേക്കാം, സമയക്കുറവായതുകൊണ്ട്. പരീക്ഷത്തിന് ഇത് ഉപദേശിക്കാൻ കാര്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം അറിയാമല്ലോ, അർജുനനും അവരെല്ലാവരും തന്നെ ഈ എന്താണ് പറയുന്നത് ഗോലോകത്തിലേക്ക് പോയി. അപ്പം പിന്നെ പരീക്ഷിത്തായിരുന്നു ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ചക്രവർത്തി. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ്, ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളത് പറഞ്ഞിട്ട് തന്നെ പോകാം മുന്നോട്ട്. പരീക്ഷിത്ത് മഹാരാജാവ് എന്താണ് ഈ കലിയുഗത്തിന്റെ തുടക്കമാകാറായി. ഇപ്പൊ കലിപുരുഷൻ അവതരിക്കണം. കലിപുരുഷൻ അവതരിക്കേണ്ട സാഹചര്യം ആയി കഴിഞ്ഞപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹത്തിന് എന്താണ് നായാട്ടിന് പോകണം എന്ന് തോന്നി. അന്നൊക്കെ ഈ ക്ഷത്രിയന്മാർക്ക് ഇതുപോലെ തന്നെ വേദ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് നായാട്ടിന് പോവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നായാട്ടിന് പോയി. അപ്പൊ നായാട്ടിന് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ എന്ത് കണ്ടു? ഇത് ഒരാള് അവിടെ നിന്നിട്ട് എന്താണ് ഒരു പശുവിനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അതിന്റെ എന്താണ് പറയുന്നത്, അതിന്റെ കാലും കൈയൊക്കെ വലിച്ചു കീറി ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ ക്ഷത്രിയൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇദ്ദേഹം അമ്പും വില്ലും എടുത്തിട്ട്, കാര്യം ഈ പശു ഹത്യ തീരെ അലൗഡ് അല്ല. അപ്പൊ അങ്ങനെ അത് കണ്ടപ്പോൾ അദ്ദേഹം അമ്പും വില്ലും എടുത്ത് ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കലിപുരുഷനായ ആ വ്യക്തി പറഞ്ഞു, അങ്ങനെ എന്താണ് എന്നോട് അങ്ങ് മാപ്പ് തരണം. അപ്പം അങ്ങനെ അപ്പം ഈ ഒരു പശുഹത്യ എന്ന് പറയുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. അപ്പം മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും ജാമ്യവ്യവസ്ഥ ഉണ്ടല്ലോ, നമ്മൾക്കിപ്പോൾ കോടതിയിലാണെങ്കിലും അങ്ങനെ ജാമ്യവ്യവസ്ഥ പറഞ്ഞു. അപ്പം ഈ ജാമ്യവ്യവസ്ഥ രണ്ടുപേരും എഗ്രി ചെയ്യണ്ടേ? അപ്പം അങ്ങനെ ജാമ്യവ്യവസ്ഥ പറയുകയാണ്. അപ്പം എന്താണ് പറയുന്നത്? എവിടെയെങ്കിലും എന്താണ് മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങയുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് വസിക്കാൻ ഒരു അവസരം തരണം. അപ്പൊ അങ്ങനെ
അല്ല, അങ്ങനെ പരീക്ഷിത് മഹാരാജാവാണ് അങ്ങോട്ടേക്ക് പറയുന്നത്, നീ അവിടെ പോയി വസിച്ചോളാൻ. അപ്പം കലിപുരുഷൻ മറുപടി പറയുന്നു, അങ്ങനെ ഒരു സ്ഥലം അങ്ങയുടെ പ്രപഞ്ചത്തിൽ എങ്ങും തന്നെ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പറഞ്ഞ പരീക്ഷിത് മഹാരാജാവ് ആരാണ്? അർജുനന്റെ ആ, അർജുനന് എൻ്റെ മകനായ അഭിമന്യുവിന് ആ, അർജുനന്റെ സുഭദ്രയുടെ മകനായ അഭിമന്യുവിന് വിരാട് രാജാവിന്റെ പുത്രിയായി ഉത്തരയിലുണ്ടായ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എന്താണ്, ഗർഭത്തിൽ അവസ്ഥയിൽ തന്നെ ഭഗവാനെ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരീക്ഷിത് എന്നുള്ള പേര് വന്നത്. അതായത് ഉണ്ടായിക്കഴിഞ്ഞും വളരെ ബ്രഹ്മാസ്ത്രം അശ്വത്ഥമാവ് ആ, അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉത്തര പാഹി പാഹി യോഗിൻ ദേവദേവ ജഗൽപതേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്ലോകമൊക്കെ ഉത്തരയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഭഗവാൻ ഉത്തരയുടെ വയറിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ തടുത്തു. അങ്ങനെ ഈ പുറത്തു വന്ന സമയത്ത് ഇദ്ദേഹം എല്ലാ കാണുന്ന ആൾക്കാരെ മുഴുവനും എന്താണ്, ആ ഒരു ശ്യാമസുന്ദര രൂപത്തെ അന്വേഷിച്ച് 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 ആ ഇദ്ദേഹം അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്നുള്ള പേര് വന്നത് ഇദ്ദേഹത്തിന്. അങ്ങനെ ഈ പരീക്ഷിത് മഹാരാജാവ് അന്ന് തൊട്ട് അന്വേഷിക്കാൻ തുടങ്ങിയ വ്യക്തിയെ ഇനി കാണുന്നത് എങ്ങനെയാണ്, എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞ കണ്ടീഷൻ, അപ്പൊ അങ്ങയുടെ രാജ്യത്ത് ഇങ്ങനെ മദ്യപാനവും മയക്കുമരുന്നും ഉള്ള ആൾക്കാരില്ല. അപ്പൊ അടുത്ത ഉപാധി വെക്കുന്നു, എന്താണ്, അങ്ങയുടെ രാജ്യത്ത് വേശ്യാസ്ത്രീകൾ ഉണ്ടെങ്കിൽ, അല്ലെ വേശ്യാസ്ത്രീകളുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ നാട് കടത്തുക എന്നുള്ള പരിപാടി ഉണ്ട്, ശിക്ഷ വിധിച്ചിട്ട്. അപ്പൊ പറഞ്ഞു, അങ്ങയുടെ രാജ്യത്ത് സാമ്രാജ്യത്ത് ഒരു വേശ്യാസ്ത്രീ പോലും ഇല്ല. പിന്നെ അടുത്ത ഉപാധി കൊടുക്കുന്നു, എന്താണ്, അങ്ങയുടെ രാജ്യത്ത് എവിടെയെങ്കിലും ചൂതുകളി ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിച്ചോളാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു സ്ഥലം പോലും ഇല്ലല്ലോ രാജാവേ എന്ന് പറഞ്ഞു. അടുത്ത് പറയുന്നു, എന്താണ്, മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ജീവിച്ചോളാനായിട്ട് കലിപുരുഷനോട് ആവശ്യപ്പെടുമ്പോൾ പറയും, അങ്ങനെ ഒരു സ്ഥലവും അങ്ങയുടെ ഒരു പ്രപഞ്ചത്തിലും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കലിപുരുഷൻ തന്നെ ഒരു മാർഗം നിർദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്, സ്വർണം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണത്തിൽ പോയിരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തന്നെ വിചാരിച്ചിരുന്നില്ല, കാര്യം കലിപുരുഷന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ഓർത്തില്ല, അദ്ദേഹം ചൂടിയിരിക്കുന്ന കിരീടത്തില് സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ പറയുന്ന ജരാസന്ധനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കിരീടം അന്ന് പോകുന്ന സമയത്ത് അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ സ്വർണം ഉണ്ടായിരുന്നു. സ്വർണത്തിൽ കലിപുരുഷൻ കയറിയിരുന്നു. കലിപുരുഷൻ കയറിയിരുന്നാലുള്ള അവസ്ഥ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കലിയുഗത്തിൽ ഈ ഈ സ്വർണത്തോടുള്ള ആർത്തിയും അതുമൂലം കൊലപാതകമൊക്കെ നടക്കുന്നത്. കാര്യം കലിയാണ്. അതുകൊണ്ട് കൃഷ്ണാഭോഗത്തിലുള്ളവരൊക്കെ തന്നെ മിക്കവാറും പേര് സ്വർണം ഉപേക്ഷിക്കുന്നത് കാണാം, അല്ലേ? അപ്പൊ അത് അതിന്റെ പാസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ എന്താണ്, പരീക്ഷിത് മഹാരാജാവ് വീണ്ടും എന്താണ്, കലിപുരുഷന് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു. കലിപുരുഷൻ ഇദ്ദേഹത്തിന്റെ കിരീടത്തിൽ കയറി. അപ്പൊ കലിപുരുഷന്റെ സ്വാധീനം കൊണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെട്ടു. അങ്ങനെ ഇദ്ദേഹം നടന്നു പോന്നപ്പോൾ ശമീക ഋഷിയുടെ ആശ്രമം കണ്ടു. അവിടെ കയറി അദ്ദേഹത്തിനോട് വെള്ളം ചോദിച്ചിട്ട് അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ചക്രവർത്തിയായി ഞാൻ വന്നിട്ടും പെട്ടെന്ന് ഒരു അഹങ്കാരം പോലെ തോന്നിച്ചു, അങ്ങനെയുള്ളൊരു വ്യക്തിയേ അല്ല. അപ്പം എന്ത് ചെയ്തു, പെട്ടെന്ന് ഇങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം തോന്നി. അവിടെ കിടന്ന ഒരു ചത്ത പാമ്പിനെ അദ്ദേഹത്തിന്റെ അസ്ത്രത്താൽ തോണ്ടിയെടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇട്ടിട്ട് അദ്ദേഹം തിരിഞ്ഞ് യാത്ര പോയി. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇതൊന്നും അറിയാതിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വെള്ളം എടുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പം മകൻ ശൃംഗി എന്ന് പറയും. അപ്പൊ ശൃംഗിയോട് കൂട്ടുകാരൊക്കെ കളിയാക്കി, നിന്റെ അച്ഛൻ പരമശിവനെ പോലെ അവിടെ ഇരുന്ന ഒരു ചത്ത പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് തപസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശൃംഗി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നു. അപ്പൊ ശൃംഗിക്ക് ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ക്രോധം ഉണ്ടായി. അങ്ങനെ ക്രോധം ഉണ്ടായിട്ട് ശൃംഗി ശപിക്കുകയാണ്. അതായത് ഇത് ചെയ്തവൻ ആരാണോ അവൻ ഇന്നേക്ക് 7 നാൾ തക്ഷകൻ കൊത്തി മരിക്കട്ടെ എന്നൊരു കൊടിയ ശാപം കൊടുക്കുന്നു. അങ്ങനെ ആ കൊടിയ ശാപത്തിന്റെ ഫലം ഇതെല്ലാം കേട്ടറിഞ്ഞ് ശമീക ഋഷി തപസ്സിൽ നിന്ന് ഉണർന്ന് നോക്കിക്കഴിയുമ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ആരാണെന്ന് അദ്ദേഹത്തിന് ധ്യാനദൃഷ്ടിയിൽ മനസ്സിലാക്കി. അപ്പം എന്താണ്, ഈ ഉടനെ തന്നെ ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞറിയിക്കുന്നു മഹാരാജാവിനെ ഈ വിവരം അറിയിക്കാൻ. അതുപോലെ ശൃംഗിയെ ഒരുപാട് ശാസിക്കുകയും ചെയ്യുന്നു. അതിൽ പിന്നെ ബ്രാഹ്മണര് ശാപം കൊടുത്താൽ ഫലിക്കാതെയായി. കാര്യം ഇതുപോലുള്ള ഒരു മഹാരാജാവിന് ആണ്, വളരെ സ്വാത്വികനായിട്ടുള്ള ഒരു മഹാരാജാവിനാണ് ഈ ശാപം കൊടുത്തത്. അങ്ങനെ ഈ പരീക്ഷിത് മഹാരാജാവ് ഈ വിവരം അറിയുന്നു. വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. കാര്യം
എങ്ങനെയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ? എത്ര നാളായിട്ട് ഭഗവാനെ അന്വേഷിക്കുകയാണ് അല്ലെ, ജനിച്ചപ്പം മുതൽ, അമ്മയുടെ ഗർഭത്തിൽ മുതൽ. അപ്പം ഈ ഒരു സമയത്ത് നമ്മളാണ് എന്ത് തീരുമാനിക്കും? നമ്മൾ തിരിച്ചൊരു ശാപം കൊടുക്കും. എന്ത് ചെയ്യും? തക്ഷകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തക്ഷകനെ എന്ത് ചെയ്യും? കൊല്ലാനായിട്ട് ശ്രമിക്കും. ഇദ്ദേഹം വളരെ സന്തോഷപൂർവ്വം എന്ത് ചെയ്തു? അത് രാജധാനിയും ഭാര്യയും മക്കളെല്ലാം നിന്ന നിപ്പിൽ ഉപേക്ഷിച്ചു. കാര്യം മരണം ആസന്നമായി. ഇപ്പം പരീക്ഷത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യമുണ്ട്, 7 ദിവസം ആയുസ്സുണ്ട്. നമ്മളുടെയൊക്കെ കാര്യത്തിലോ നമുക്കറിയത്തില്ല, ഈ നിമിഷം ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. പരീക്ഷത്തിന് കൃത്യമായിട്ട് 7 ദിവസം ആയുസ് വിധിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് അതുപോലും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഈ പരീക്ഷിത് മഹാരാജാവ് എന്ത് ചെയ്തു? ഗംഗാതീരത്തേക്ക് തപസ്സിനായിട്ട് പോകുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ ഭഗവാൻ തന്നെ അങ്ങോട്ടേക്ക് ആരെ അയക്കുന്നു? ശുഗ ബ്രഹ്മർഷിയെ അയക്കുന്നു. ശ്രീ ശുഗ ബ്രഹ്മർഷിയെ, അതായത് സുഖദേവ് ഗോസ്വാമിയെ അയക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പറയുന്ന ഭാഗവതം കിട്ടിയെന്നുള്ളതും വളരെ ഞാൻ ഷോർട്ടായിട്ട് തന്നെ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഥ തുടങ്ങുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകേണ്ടി വരും. ഗോലോക വൃന്ദാവനത്തില് ഭഗവാൻ ഗോവിന്ദൻ, അപ്പം രാധാറാണി കൂടെയുണ്ട്. അപ്പം അതേപോലെ തന്നെ എന്താണ്, രാധാറാണിയുടെ പ്രധാനപ്പെട്ട സഖിയാണ് വൃന്ദാദേവി. ഇവർക്ക് ലീലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുന്ന വൃന്ദാദേവിയാണ്. ആ വൃന്ദാദേവിക്ക് എന്താണ്, 2 തത്തകളുണ്ട്. 2 തത്തകൾ ഒരുപാട് തത്തകളുണ്ട്. അതിലെ മെയിൻ ലീഡറായിട്ട് ആണുങ്ങളുടെ അത് ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ശുഗ എന്ന് പറയുന്ന തത്തയും, മറ്റേ രാധാറാണിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് ശാരിക എന്ന് പറയുന്ന തത്തയാണ്. അപ്പം ഇവരെ റിപ്പോർട്ട് ചെയ്യുന്നത് വൃന്ദാദേവിയാണ്. വൃന്ദാദേവി അറിയാമല്ലോ, തുളസി മഹാറാണി. അപ്പം ആ ഇതുപോലെ തന്നെ ഈ ഒരു ദിവസം എന്ത് ചെയ്തു? ശുഗ എന്ന് പറഞ്ഞ തത്ത വിചാരിച്ചു, എന്ത് ചെയ്തു? ഡയറക്റ്റ്ലി ബോസിനെ ബൈപ്പാസ് ചെയ്തിട്ട് രാധാറാണിയുടെ അടുക്കൽ ചെന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാം എന്ന് വിചാരിച്ചിട്ട് ബൈപ്പാസ് ചെയ്തിട്ട് നേരെ രാധാറാണിയുടെ അടുക്കൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ രാധാറാണി ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട്, രാധാറാണിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാര്യം ബൈപ്പാസ് ചെയ്ത് വന്ന കാരണം. സ്വന്തം യജമാനെ ബൈപ്പാസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? സിഇഒയുടെ അടുക്കൽ ഡയറക്റ്റ്ലി ഒരു ഓഫീസ് ബോയ് ചെന്ന് പറഞ്ഞുള്ള ഒരവസ്ഥ പോലെ. ചിലരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും കമ്പനികളിലൊക്കെ. പക്ഷെ അത് അനുവദനീയമല്ല. നമ്മൾ പോകേണ്ട ഡയറക്റ്റ് റൂട്ടിൽ തന്നെ പോകണം. അതായത് ആ ആധികാരികമായ സ്രോതസ്സിൽ കൂടെ തന്നെ പോകണമെന്ന് കാണിച്ചു തരുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന രാധാറാണി എന്ത് ചെയ്യുന്നു? ഈ ഒരു ശാപം കൊടുക്കുന്നു, നിനക്ക് നീ എന്താണ് ഇവിടെ നിൽക്കാനായിട്ട് യാതൊരു അവകാശവും, നീ ഭൂമിയിലേക്ക് പോകണം. അപ്പം എന്ത് ചെയ്തു? ഈ ശുഗം എന്ന് പറയുന്ന തത്ത അവിടെ നിന്ന് പറന്ന്, ഒരു ആൺതത്തയാണ്, അത് നേരെ പറന്ന് എന്ത് ചെയ്തു? എവിടെ ഭാഗവതം കേൾക്കാം എന്നുള്ള ആ ഒരു ഇതിൽ അത് നേരെ പോയി വൈകുണ്ഠത്തിൽ പോയി, അവിടെ വൈകുണ്ഠം വഴി അവിടെ നിന്ന് ഭാഗവതം എല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് നേരെ വൈകുണ്ഠം വഴി കൈലാസത്ത് വന്നു. കൈലാസത്ത് വന്നപ്പോൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഭാഗവത കഥ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ശ്രീ പാർവതി കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോയി. അപ്പം ഈ ഭാഗവത കഥ ഭഗവാൻ ഇങ്ങനെ ഭയങ്കര എക്സ്റ്റസിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്തു? ഈ ശുഗ എന്ന് പറയുന്ന തത്ത അത് കേട്ടിട്ട് മൂളിക്കൊണ്ടിരുന്നു. അറിയാമല്ലോ, ഈ തത്തയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ തത്ത പക്ഷികളിൽ വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലൊക്കെ കാണാം, ശാരിക പൈതലേ ചാരുശീലേ വരിക അരോമലേ കഥാശേഷവും ചൊല്ലു നീ. അപ്പൊ പല കാര്യങ്ങളും തത്തയെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ കാര്യവും നമുക്കിപ്പോൾ മനസ്സിലാകും. അങ്ങനെ ഈ ഈ പറയുന്ന തത്ത അവിടെ ഇരുന്ന് കേട്ട് കുറെ സമയം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് മഹാദേവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ മൂളിച്ച കേൾക്കുന്നത് നോക്കി പാർവതി ദേവി ഇരുന്ന് നല്ല കൂർക്കം വലിച്ച് ഉറക്കം. അപ്പൊ 2 ശബ്ദം കേട്ടു, കൂർക്കം വലിയുടെ ശബ്ദം കേട്ടു, ഇത് തത്ത മൂളുന്നതും കേട്ടു. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോൾ മഹാദേവന് കോപം ഉണ്ടായി. ആരാണ് ഞാൻ അറിയാതെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഇത് കേട്ടതെന്നുള്ള ആ ഒരു ധാരണ, എൻ്റെ അനുവാദം ഇല്ലാതെ. മഹാദേവൻ പെട്ടെന്ന് ശൂലം പ്രയോഗിക്കുന്നു. ഈ ശുഗത്തിന് പിന്നാലെ ശൂലം യാത്രയായി, മഹാദേവൻ യാത്രയായി. അങ്ങനെ ചെന്നിരുന്ന സമയത്ത് ഇതേ ഭാഗവതം വ്യാസ മഹർഷി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പൊ ഭാര്യയും എന്ത് ചെയ്തു? സാധാരണ പെണ്ണുങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമുക്കറിയാം, സുഭദ്ര ഉറങ്ങിപ്പോയത് കൊണ്ട് അഭിമന്യുവിന് എന്താണ് പത്മവ്യൂഹത്തിൽ കയറാനുള്ള വിദ്യ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ എന്താണ് പുറത്തിറങ്ങാനുള്ള വിദ്യ മറന്നുപോയി. ഇത് ഈ നമ്മൾ പുരാണങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് ഉറങ്ങിപ്പോയുള്ള അവസ്ഥ ഇതാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയപ്പം എന്ത് ചെയ്യണം? ഇത് വാ വിളിച്ചിരുന്നിട്ടാണ് നമ്മളെ പോലെയൊക്കെ ഉറക്കം വരുമ്പോഴത്തേ എന്താണ് ഉറക്കം തോന്നുമ്പോൾ വാ വിളിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യും? ഈ തത്ത നേരെ വന്ന് എന്ത് ചെയ്തു? ഈ പറയുന്ന വ്യാസ മഹർഷിയുടെ ഭാര്യയുടെ വായിലേക്ക് കയറി. അങ്ങനെ അത് വയറ്റിലേക്ക് ചെന്നു. അങ്ങനെ മഹാദേവൻ
എന്ത് ചെയ്തു, വ്യാസ മഹർഷിയോട് സംവാദം ഉണ്ടായിട്ട് മഹാദേവൻ തിരിച്ചു പോകുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ വയറ്റിൽ കിടന്ന് ഇത് എന്താണ് ഈ സുഖം ആ, വളർന്നു. അങ്ങനെ വളർന്ന് ഒരു മനുഷ്യ ശിശുവായിട്ട് വളർന്നു. അപ്പോൾ 16 വയസ്സ് വരെ ഇത് എന്ത് ചെയ്ത് പുറത്തേക്ക് വരാതെ. കാര്യം എന്താണ്, ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ വളരെ കലികാലവും ഒക്കെയാണ്. ഭൗതിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം പൊല്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് പുറത്ത് പോകാനായിട്ട് തയ്യാറായില്ല. അവസാനം ഒരുപാട് പ്രാർത്ഥനയുടെയും അങ്ങനെ പലരുടെയും അഭ്യർത്ഥന പ്രകാരം ഈ ശുഗ ബ്രഹ്മർഷി പുറത്തു വന്നു 16 വയസ്സുള്ള കുട്ടിയായിട്ട്. എന്നിട്ട് ഇദ്ദേഹം നേരെ എന്ത് ചെയ്തു, യാത്രയാണ്. അപ്പൊ പുത്ര എന്ന് പറഞ്ഞിട്ട് വ്യാസമുനി പുറകെ പോവാണ്. അതായത് പറഞ്ഞു കൊടുക്കണ്ടേ, ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ യാത്രയായി. ഇദ്ദേഹം എന്താണ്, ഒരു ബ്രഹ്മവാദിയായിരുന്നു ശുഗ ബ്രഹ്മർഷി. ബ്രഹ്മവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മൻ സാക്ഷാത്കാരം, നമ്മൾ ഭഗവത്ഗീതയിൽ പലതവണ എടുത്താണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബ്രഹ്മൻ സാക്ഷാത്കാരത്തിന്റെ ആളായിരുന്നു. അങ്ങനെ ഇദ്ദേഹം യാത്ര തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ കുറച്ച് കുട്ടികള് ഈ നോക്കുമ്പോഴത്തേന് അവര് ഭാഗവതം പഠിക്കുന്നു. അപ്പൊ അതിനകത്ത് ബർഹാപീഠം നടവരകർണിയോ കർണികാരം എന്ന് പറയുന്ന ഭാഗവതത്തിലെ ആ ഒരു ശ്ലോകം അവർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് എന്താ ഇത് ബ്രഹ്മർഷി അവിടെ നിന്ന് അതിൽ ആകർഷണനായി, നിങ്ങളെ ഇത് ആരാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ വേദവ്യാസ മുനിയാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പം വേദവ്യാസ മുനി തൊട്ട് പുറകിലും പുത്രാന്മണി വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അങ്ങനെ വേദവ്യാസ മുനി യോട് പറയുന്നു, ഇത്രയും മനോഹരമായ ഭാഗവതം ഉണ്ടായിട്ട് എന്നെ എന്തുകൊണ്ട് അത് പഠിച്ചില്ല? നീ അതിന് നിന്നോ? ഭാഗവതം പഠിക്കാനായിട്ട് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. നീ അതിന് നിന്നില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നു. അതേ ഭാഗവതമാണ് ഈ ഗംഗാതീരത്ത് നിന്ന് പരീക്ഷത്തിന് ഈ പറയുന്ന സുഖബ്രഹ്മർഷി അവിടെ ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ കുറേ സന്യാസി വര്യന്മാർ അവിടെ സന്നിഹിതരാകുന്നു. അങ്ങനെ അതില് സൂത ബ്രഹ്മർഷി ഉണ്ട് മെയിൻ ആളായിട്ട്. ഇതേ സൂത ബ്രഹ്മർഷി പിന്നീട് നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് നൈമിശാരണ്യത്തിലേക്ക് ഈ ഒരുപാട് ഋഷിമാരെ അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണത്. പല കാര്യങ്ങളും പുരാണങ്ങളും ഒക്കെ ചർച്ചാ വിഷയമാകും. അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം ഭാഗവതം പറയാനായിട്ട് ആരാണ്, രോമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സൂത ബ്രഹ്മർഷിയുടെ അച്ഛനാണ് അവിടെ ഇരുന്നത്. അദ്ദേഹം വ്യാസാസനത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ വ്യാസാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബലരാമൻ അവിടെ സന്നിഹിതനായി. ബലരാമൻ സന്നിഹിതനായപ്പോൾ ബാക്കിയുള്ള എല്ലാ ഋഷിമാരും എണീറ്റിട്ട് വണങ്ങി. ഇദ്ദേഹം മാത്രം അവിടെ നിന്ന്, ഞാൻ വ്യാസാസനത്തിൽ ഇരിക്കുകയാണല്ലോ, ബലരാമനെ എന്ത് ചെയ്തു, നിന്ദിച്ചു. അദ്ദേഹം മാത്രം വണങ്ങിയില്ല. അപ്പൊ അങ്ങനെ ബലരാമൻ തത്സമയം അവിടെ നിന്ന് ഒരു ദർഭ എടുത്തിട്ട് എറിഞ്ഞ് അങ്ങനെ വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം പിതാവിനെ വധിച്ച ആ ഒരു സാഹചര്യത്തിലും എന്താണ് ആത്മസംയമനം എന്ത് കൈക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന ബലരാമന്റെ ഇൻസ്ട്രക്ഷനാൽ നീയാണ് ഈ ഭാഗവതം പറയാനായിട്ട് ഏറ്റവും യോജിച്ച വ്യക്തി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഈ പറയുന്ന രോമകൃഷ്ണന്റെ സ്ഥാനത്ത് സൂത ബ്രഹ്മർഷി അവിടെ അവരോധിക്കുന്നു. അങ്ങനെ ഭാഗവതം അവിടെ നിന്ന് പറയുന്നു. അപ്പൊ അവിടെ ഋഷിമാര് ചോദിച്ച ചോദ്യോത്തരായിട്ടാണ് ഇവിടെ നമുക്ക് ഭാഗവതം പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആ 4 യമങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ കണ്ട കലി പുരുഷനോട് ചോദിച്ചത് എന്താണ്? സത്യം, ധർമ്മം, സത്യം, ദയ, തപസ്, അതുപോലെ തന്നെ എന്താണ് പരിശുദ്ധത. ഈ 4 കാര്യങ്ങളാണ് എന്താണ് കലിയുഗത്തിലെ ആൾക്കാർക്ക് കൈവിട്ടു പോയത്. ധർമ്മത്തെ പിടിച്ചു നിർത്തുന്ന ഈ 4 സ്തൂപങ്ങളാണ് ഇതല്ലേ. അപ്പൊ നമ്മള് മാംസാദികൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം? നമുക്ക് ദയ, മറ്റുള്ള ജീവജാലങ്ങളോടുള്ള ദയ നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചൂതുകളിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ലോട്ടറി എടുക്കുക എന്നുള്ള സത്യസന്ധത നഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് മദ്യവും മയക്കുമരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് തപസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ എന്താണ് പരശ്രീഗമനം അല്ലെങ്കിൽ അവിഹിത ബന്ധം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ശുദ്ധത, പരിശുദ്ധത നഷ്ടപ്പെടും. അപ്പൊ ഈ 4 കാര്യങ്ങൾ, ധർമ്മത്തെ പിടിച്ചു നിർത്തുന്ന 4 കാര്യങ്ങൾ. അപ്പൊ ഇത് ഈ ഈ ഭാഗവതം ഇത് ഉപദേശിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാരദമുനി ഈ വ്യാസദേവൻ ഈ 4 വേദങ്ങൾ വ്യാസദേവൻ രചിച്ചു. 4 വേദങ്ങളും അത് ഇതിൽ നിന്ന് കിട്ടി നാരദമുനിയുടെ ഉപദേശത്തോടു കൂടി രചിച്ചതാണ്. അങ്ങനെ വ്യാസദേവൻ ഇത് എല്ലാം രചിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 18 പുരാണങ്ങളൊക്കെ എഴുതി, 17 പുരാണങ്ങൾ എഴുതി. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഒരു സന്തോഷം വരുന്നില്ല. കാര്യം ഇദ്ദേഹം വേദാന്തവും വേദാന്ത സൂത്രം എല്ലാം രചിച്ചു, എന്നിട്ടൊന്നും ഇദ്ദേഹത്തിന് അതിൽ നിന്നൊരു സംതൃപ്തി വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സന്തോഷമില്ലായ്ക അനുഭവിച്ചതെന്ന് ഇദ്ദേഹം വിഷമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമം അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദമുനി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ
നീ ഒരു ശാസിക്കുന്ന രീതിയിൽ ഇപ്പൊ പ്രഭു പറഞ്ഞു, കൃഷ്ണ ചൈതന്യ പ്രഭു പറഞ്ഞ പോലെ ശാസിക്കുന്ന രീതിയിൽ നാരദമുനി പറയാണ്, നീ എന്തുകൊണ്ട് ഭഗവാനെ പറ്റി എഴുതിയില്ല? നീ ഭഗവാനെ പറ്റി എഴുതൂ എന്തെങ്കിലും, അപ്പോൾ നിന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയ ശ്രീമദ് ഭാഗവതം ആണ് ഈ ഭഗവാന്റെ തനി സ്വരൂപം. അതായത് ഭഗവാൻ ഇവിടുന്ന് പോകാൻ നേരത്തെ നാരദമുനി ചോദിച്ചു, ഭഗവാനെ, അങ്ങ് കലിയുഗം തുടങ്ങുവാണ്, അങ്ങ് ഞങ്ങളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കലിയുഗത്തുള്ള ജീവാത്മാക്കളോട് ആർക്ക് കരുണയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ ഗ്രന്ഥരൂപത്തിൽ ഇവിടെ അവതരിക്കുകയാണ് ഭാഗവതമായിട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു റെസ്പെക്റ്റിൽ വേണം എല്ലാവരും ഭാഗവതത്തെ കാണാനായിട്ട്. അപ്പം ആ ഭാഗവതത്തിന്റെ രസം ഇത് വെറുതെ ഒരു ഇതായിട്ട് നമുക്കൊരു കഥയായിട്ട് തോന്നരുത്. ആ ഭാഗവതം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പറ്റി എഴുതിയ ആയതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞാലും അവിടെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇതിന്റെ ആ ഒരു അതുപോലെ തന്നെ ഏതെങ്കിലും ഗർഭിണിയായിട്ടുള്ള യുവതി കേട്ട് കഴിഞ്ഞാൽ പ്രഹ്ലാദന് സംഭവിച്ച പോലെ തന്നെ എന്താണ്, ആ വയറ്റിലിരിക്കുന്ന കുട്ടി ഇത് കേൾക്കും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയെല്ലാം ഒരുപാട് മാഹാത്മ്യമുള്ള ഒരു കാര്യമാണ് ഭാഗവതം. ആ ഭാഗവതം ഇതേപോലെ തന്നെ നമ്മൾ ഒന്നാമത്തെ ശ്ലോകം മുതൽ നോക്കുവാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ ശ്ലോകം നേരത്തെ ഇവിടെ മാതാജി വായിച്ചിരുന്നു. അപ്പൊ ഞാനത് ശ്ലോകം വായിക്കാം. ഇനി നിങ്ങൾ അപ്പോൾ എല്ലാവരും സമയം കുറവാണ്, അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. അധ്യായം 1, ശ്രീമദ് ഭാഗവതം അധ്യായം 1, ഋഷിമാരുടെ അന്വേഷണങ്ങൾ. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദിയസ്യതോന്നയതരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയാം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദിയസ്യ യതോന്യയാദിതരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്ത് പറഞ്ഞു കേട്ടില്ല. ഹരേ കൃഷ്ണ. മാതാജി ഈ ശ്ലോകം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതേ നമ. ജന്മാദ്യസ്യേതോന്വയാദിതരതച്ഛാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാം ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. അപ്പം എന്തായാലും ഇവിടെ ഗീതാകാനി മാതാജി ഹരേ കൃഷ്ണ, സാവിത്രി കേശവി ദാസി മാതാജി ഹരേ കൃഷ്ണ, അതുപോലെ കലാമാതാജി, അമ്പിളി മാതാജി, എല്ലാവരും. കാര്യം ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അപ്പം എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പം ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം. നിങ്ങളെല്ലാവരുടെയും എന്താണ് കൃപയുണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മാതാജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ തരണം കേട്ടോ. എല്ലാം ശരിയാണല്ലോ പ്രഭുജി. പ്രഭു ഒരു കുഴപ്പമില്ല, നടക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞു മാതാജി. എന്താ പ്രഭു? മാതാജി ആ ശ്ലോകം ഒന്ന് വായിക്കും. മാതാജി ശ്ലോകം ഉണ്ടോ? ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതോ അന്യയായതിരതാചാർത്തേഷഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ.
ഭാരതി മാതാജി, മാതാജിയുടെ ഈ ഭാഗവതം ഉണ്ടോ? അല്ലെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ഉണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ട് ശ്ലോകം. ഉണ്ട് 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 പ്രഭു. ആ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. കലാ മാതാജി, ഹരേ കൃഷ്ണ. മാതാജിക്ക് ശ്ലോകം വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അമ്പിളി മാതാജി. പ്രഭു ഞാൻ നോക്കിയിട്ടില്ല, നെക്സ്റ്റ് ടൈം ഞാൻ നോക്കിയിട്ട് വായിക്കാം കേട്ടോ. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യേതോ അന്യവ്യാധിതരതശ്ചാത്വേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ സമയം കുറവായതുകൊണ്ട് എല്ലാവർക്കും വായിക്കാനുള്ള സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോവാണ്. അപ്പൊ ആരെങ്കിലും അതില് ഇത് ഒന്ന് വായിക്കാമോ? പദാനുപദ തർജ്ജമ. നമുക്ക് കൃഷ്ണകുമാരി മാതാജി. ഓം ഭഗവതേ വാസുദേവ. ഓം അല്ലയോ എന്റെ ഭഗവാനെ, നമഃ എന്റെ പ്രണാമം സമർപ്പിക്കുന്നു. ഭഗവതേ പരമദൈവത്വ പുരുഷനെ, വാസുദേവായ വാസുദേവനല്ലേ വാസുദേവസൂതനെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനെ, ആദി ഭഗവാനെ, ജന്മ ആദി സൃഷ്ടി സ്ഥിതി സംഹാരം അസ്യ സ്പഷ്ട പ്രപഞ്ചത്തിലെ യഥ ആരിൽ നിന്നാണോ അന്യയാത പ്രത്യക്ഷമായി ഇതരതഃ അപ്രത്യക്ഷമായി അർത്ഥേഷു ഉദ്ദേശങ്ങൾ അഭിജ്ഞഃ പൂർണ്ണാഭിജ്ഞൻ സ്വരാട് പൂർണ്ണ സ്വതന്ത്രൻ തേനെ പകർന്നു നൽകുക ബ്രഹ്മ വേദവിജ്ഞാനം ഹൃദയാന്തർഭാഗത്ത് ആരൊരുവൻ ആദികവയെ യഥാർത്ഥ ജീവാത്മാവിനെ മുഖ്യന്തി മായാമോഹിതനായി യത് ആരെ കുറിച്ചാണോ സുരയ മഹർഷിമാരും ദേവന്മാരും തേജസ് വാരി ജലം മൃതാം പൃഥ്വി യഥാ വേണ്ടുവോളം വിനിമയ പരിവർത്തനങ്ങളും പ്രതിപരിവർത്തനങ്ങളും എത്ര അതിന്മേൽ ത്രിസർഗ സൃഷ്ടിയുടെ ത്രിഗുണങ്ങൾ അമൃഷ ഏതാണ്ട് യഥാർത്ഥം ധാംന സർവ അതീന്ദ്രിയ പരിച്ഛദങ്ങളോടും കൂടി സ്വയം പര്യാപ്തനായി സദാ നിരസ്ത സ്വഭാവത്താൽ നിഷേധിക്കുക ഗുഹ മിഥ്യ സത്യം പരമ ധീമവി ഞാൻ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്, ജയ് ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം പത്മ മാതാജി വായിക്കാമോ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. വിവർത്തനം. അല്ലയോ വാസുദേവസുതനായ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ, ഞാൻ അങ്ങേക്ക് ആദരപൂർവമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. സ്പഷ്ട പ്രപഞ്ചങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെയും ആദികാരണഭൂതനും പരമസത്യവുമാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു. എല്ലാ ആവിർഭാവങ്ങളെയും കുറിച്ച് ഭഗവാന് പ്രത്യക്ഷമായും പരോക്ഷമായും ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, ഭഗവാനുപരിയായി യാതൊരു കാരണവും ഇല്ലാത്തതിനാൽ ഭഗവാൻ സർവസ്വതന്ത്രനുമാകുന്നു. ആദ്യ ബീജാത്മാവായ
ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ പ്രഥമമായ വേദജ്ഞാനം നിവേശിപ്പിച്ചതും ഭഗവാനാകുന്നു. അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ ഉത്കൃഷ്ടരായ ഋഷിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാനാൽ വ്യാമോഹിതനായി തീരുന്നു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പ്രതിപ്രവർത്തനം ഇവ നിമിത്തം താൽക്കാലികമായി പ്രകടമാകുന്ന ഭൗതിക പ്രപഞ്ചങ്ങൾ അയഥാർത്ഥമാണെങ്കിലും വാസ്തവമാണെന്ന തോന്നലിന് കാരണവും അങ്ങു തന്നെ. അതിനാൽ ഭൗതിക ലോകത്തിലെ മായയിൽ നിന്നും നിത്യ വിമുക്തമായ അതീന്ദ്രിയ ധാമത്തിൽ ശാശ്വതനായി നിലകൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഏകാഗ്ര ചിത്തനായി പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യമാകയാൽ ഞാൻ അദ്ദേഹത്തെ ധ്യാനിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇതെന്താണ്? സത്യം പരം ധീമഹി അല്ലേ? സത്യമായിട്ട് പറയാണല്ലേ. നമ്മളിപ്പോൾ വേറെ ഇതുപോലെ സത്യമായിട്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ സ്തുതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണഭിഷജാത് നശ്യന്തി സകലാരോഗാ സത്യം സത്യം വദാമ്യഹം സത്യം സത്യം പുനഃ സത്യം ഉദ്ധൃത്യ ഭുജമുച്യതേ വേദാശാസ്ത്രം പരം നാസ്തി ന ദൈവം കേശവാത് പരം ന ദൈവം കേശവാത് പരം ന ദൈവം കേശവാത് പരം. കേശവനല്ലാതെ മറ്റൊരു ദൈവമല്ലാന്ന് സത്യമായിട്ട് പറയാണ് ആരോ? വ്യാസദേവൻ അല്ലേ? ആ ഇതിൻ്റെ നമ്മൾ എല്ലാവരും വിഷ്ണു സഹസ്രനാമമൊക്കെ പലർക്കും ബൈഹർട്ടായിട്ടുള്ള ഒരു ഓർമ്മ കാണും ഇതല്ലേ. അപ്പോൾ അച്യുത അനന്ത ഗോവിന്ദ എന്നുള്ള 3 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടും എന്ന് ലളിതാ ത്രിപുരസുന്ദരിക്ക് ഉപദേശിച്ചു കൊടുത്തിരുന്നു. ആ ഒരു മഹിഷാസുര മർദിനിയായിട്ട് വന്ന സമയത്ത് ആ ഒരു രക്തബീജൻ്റെയൊക്കെ ആക്രമണത്തിൽ നിന്ന് ചെറുക്കാൻ നേരത്ത് ഈ മന്ത്രം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയുവാണ് സത്യം സത്യം പുനഃസത്യം. വീണ്ടും ഞാൻ സത്യമായിട്ട് പറയുവാണ്. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പറയുന്നു ആരാണ്? ഈ പറയുന്ന വാസുദേവനാണ് പരമസത്യം എന്ന്, അല്ലെങ്കിൽ കേശവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭാഗവതത്തിൽ എനിക്ക് ഒന്നാമത്തെ ശ്ലോകം നമുക്ക് ഏക ശ്ലോകി ഭാഗവതം എന്ന് പറയാം. എനിക്ക് ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ഈ ഭാഗവതത്തിൽ പറഞ്ഞു വരുന്ന മുഴുവൻ കാര്യം, അവസാനം വരെ പറഞ്ഞു വരുന്ന മുഴുവൻ കാര്യത്തിൻ്റെ സമ്മറിയാണ് വ്യാസദേവൻ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഓം നമോ ഭഗവതേ വാസുദേവായ. അതായത് വസുദേവരുടെ പുത്രനായ അല്ലയോ വാസുദേവനായ ഭഗവാനെ, അല്ലെങ്കിൽ വാസുദേവ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മസംഹിതയിലും കാണുന്നുണ്ട്. എന്താണ്? ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്നാണ്. ഈശ്വര പരമകൃഷ്ണ, ഹീസ് ദ സുപ്രീം, അല്ലെങ്കിൽ ഈശ്വരനാണ് ഹീസ് ദ സുപ്രീം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹമാണ്, രൂപമുള്ള ആളാണ് അല്ലെ, വിഗ്രഹ രൂപമാണ് അല്ലെ. അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അദ്ദേഹത്തിന് ആദിയുമില്ല അന്തവുമില്ല. അപ്പൊ അദ്ദേഹം തന്നെയാണ് എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കുമല്ല അല്ലേ. അനാദിർ ആദിർ സർവകാരണ കാരണം, എല്ലാ കാരണങ്ങൾക്കും കാരണം ഭഗവാൻ തന്നെയാണ് അല്ലേ. പിന്നെ അദ്വൈതമച്യുതമനാദിമനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭമദുർലഭമാത്മഭക്തൗ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. എന്താണ്? അദ്വൈതമാണ് എന്ന് പറഞ്ഞാൽ രണ്ടല്ല, അല്ലെങ്കിൽ ഒന്നാണ് അല്ലേ. രണ്ടല്ലാത്ത എന്താണ്? ഒന്നാണ്. അദ്വൈതം അച്യുതനാണ്, അത് ഒരിക്കലും വീഴ്ച പറ്റാത്ത ആളാണ്. അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം, അതായത് ആ രൂപം നമുക്ക് വർണ്ണിക്കാൻ പറ്റാതെ അനന്തമാണ് അല്ലേ. അദ്ദേഹത്തിനെ പറ്റിയുള്ള നാമങ്ങൾ, അദ്ദേഹത്തിനെ പറ്റിയുള്ള ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലീലകൾ, അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം, ഇതൊന്നും വർണ്ണിക്കാനായിട്ട് ഒരാൾക്ക് സാധ്യമല്ല. അനന്തന് പോലും സാധിക്കത്തില്ല. 1000 നാവുള്ള അനന്തന് പോലും സാധിക്കത്തില്ല. അത്രയാണ് അനാദിം അനന്തരൂപം. ആദ്യം പുരാണ പുരുഷം, ഏറ്റവും ആദ്യത്തെ പുരുഷനാണ് അല്ലേ. പുരാണ പുരുഷൻ നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തവും. വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ പോയി തേടി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇദ്ദേഹത്തെ കണ്ടുകിട്ടുക അസാധ്യമാണ്. പക്ഷെ എന്താണ്? ആത്മഭക്തരുടെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ് എന്താണ് ഭഗവാൻ ഇരിക്കുന്നത്. അവരിൽ നിന്ന് വേണം നമുക്കിത് ആ ഭഗവാനെ പറ്റി അറിയാനായിട്ടല്ലേ. ആത്മഭക്തരുടെ ഉള്ളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാന്റെ പരമഭക്തർ. ആ ഭഗവാനെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അവരുടെ കൃപയാലാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി. അപ്പം ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ ആരുടെ വായിൽ നിന്ന് വന്നാണ്? അതായത് ഒരു ശുഗ ബ്രഹ്മർഷിയിൽ നിന്ന് വന്നാണ്. ശുഗ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ത അല്ലേ. തത്ത കുത്തിയ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മധുരമാണ് അല്ലേ.
നമുക്കറിയാം തത്ത കൊത്തിയ പഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പഴുത്ത പഴമാണ് ആവിൽ പോയി തത്ത കൊത്തുന്നത്. അത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഏറ്റവും നല്ല ഫ്രൂട്ടാണ് തത്ത കൊത്തിയെങ്കിൽ, അല്ല ഏറ്റവും പഴുത്ത്, അതായത് പുഴുവുള്ളതോ ചീഞ്ഞതോ ഒന്നും പോയി തത്ത കൊത്തത്തില്ല. അതാണ് ഈ തത്തയുടെ പ്രത്യേകത. അപ്പോൾ ഇത് ആരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വന്നാണ്? ശുഗ ബ്രഹ്മർഷിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് അത്രയ്ക്ക് മാധുര്യമാണ് ഈ ഭാഗവതം. കാര്യം എന്താണ്? ആദ്യത്തെ ശ്ലോകം തന്നെ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള ആ ഒരു ശ്ലോകം ആണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ശുഗ ബ്രഹ്മർഷി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഈ ഒരു തത്തയുടെ വായിൽ നിന്ന് അതുകൊണ്ടാണ് ഇത് ഭാഗവത രസം നമ്മൾ കുടിക്കുന്നത്. കാര്യം ഇതെന്താണ്? ഏറ്റവും മധുരമായ സംഭവമാണ്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകം തന്നെ അതിൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പ്രഭു വാസുദേവപുത്രനായ ശ്രീകൃഷ്ണ, സകലിടത്തും നിറഞ്ഞിരിക്കുന്ന ദൈവസങ്കല്പമേ, എല്ലായിടത്തും നീ നിറഞ്ഞു നിൽക്കുന്നു, അല്ലേ? അപ്പം ഞാൻ നിനക്ക് വിനയപൂർവമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഭഗവാന് ആ ഒരു നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്, പുരസരം. ശ്രീകൃഷ്ണനെ ഞാൻ ധ്യാനിക്കുന്നു, കാരണം അവനാണ് സൃഷ്ടിയുടെയും നിലനിൽപ്പിന്റെയും നാശത്തിന്റെയും പ്രധാന കാരണം. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സൃഷ്ടി സ്ഥിതി പ്രളയ എന്ന് പറഞ്ഞിട്ട് വേറെ ശ്ലോകങ്ങളൊക്കെ തന്നെ ബ്രഹ്മസംഹിതയിൽ നമുക്ക് കാണാം. അപ്പൊ അവൻ സൃഷ്ടികളെ എല്ലാം നേരിട്ടും പരോക്ഷമായും അറിയുന്നവനാണ്, മറ്റാരെയും ആശ്രയിക്കാത്തവനായതുകൊണ്ട് സദാ സ്വതന്ത്രനുമാണ്. അപ്പം വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യം ഭഗവാൻ ഇല്ല, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും സ്വതന്ത്രനാണ്. അദ്ദേഹം ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നിർഗുണൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഈ ഭൗതിക ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മളെല്ലാവരും എന്താണ് ഈ പറയുന്ന 3 ഗുണങ്ങളാൽ 3 കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് നമ്മളെല്ലാവരെയും, മായ, അല്ലേ? അപ്പം ആ സത്വരജസ് തമോ ഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. കാര്യം ഭഗവാൻ അതിലും ഉയർന്നാണ്, നിർഗുണനാണ്, ഗുണാതീതനാണ്. അതുപോലെ സമ്പൂർണ്ണ സൃഷ്ടികളുടെയും ആദ്യനായ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം ജ്ഞാനോപദേശം പകർന്നു കൊടുത്തത് അദ്ദേഹമാണ്. അപ്പം നമ്മൾ ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കാണ് അദ്ദേഹം ഈ പറയുന്ന ജ്ഞാനോപദേശം പകർന്നു കൊടുത്തത്. അപ്പം മഹാ ഋഷികളും ദേവതകളും അവന്റെ മായയിൽ ആണ്ടുപോകുന്നു. അപ്പം ഭഗവാന്റെ മായയിൽ, ഭഗവാന്റെ ഒരു അതായത് നമ്മൾ ബ്രഹ്മസംഹിതയിൽ തന്നെ വേറൊരു ശ്ലോകങ്ങളുണ്ട്, ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ തന്നെ, അല്ലേ? ആ ഒരു ശ്ലോകം ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ബ്രഹ്മസംഹിതയിലെ ആ ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ തന്നെ എല്ലാ കാരണോദർശക വിഷ്ണു ശ്വാസത്തിൽ തന്നെ യത്കാരണാർണവ ജലേ ഭജതി സ്മ യോഗ നിദ്രാമനന്ത ജഗദണ്ഡ സരോമകൂപ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു. അദ്ദേഹം ഒരൊറ്റ ശ്വാസത്തിൽ ഇതെല്ലാം പുറത്തേക്ക്, അടുത്ത ശ്വാസത്തിൽ ഇതെല്ലാം തന്നെ ഉൾവലിയുന്നു. അപ്പം എന്താണ് ഈ പറയുന്ന മായ? അദ്ദേഹം ഈ മായ കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? അദ്ദേഹം മായ പിൻവലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എന്താണ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് ആകുന്നു. അപ്പൊ ഈ മായ കൊണ്ട് നമ്മൾ പലതും തോന്നിക്കുന്നു, അല്ലേ? നമ്മളുടെ ശരീരം ഉള്ളതായിട്ടും നമ്മളുടെ ഈ പറയുന്ന പ്രപഞ്ചം നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ മായ കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്, അല്ലേ? അപ്പം മായ കൊണ്ട് സൃഷ്ടിച്ച ഈ ലോകം അദ്ദേഹം ആ മായ കാണിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മായയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഇവിടെ ഉപമിച്ച് തീയിൽ വെള്ളം കാണുന്നത് പോലെയും വെള്ളത്തിൽ ആകാശം കാണുന്നത് പോലെയും ആണ് ഉപമിച്ചിരിക്കുന്നത്. തീയിൽ വെള്ളം കാണും, അല്ലെ? മരുഭൂമിയിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എന്താണ് അവിടെ ആ ഒരു തീ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ തോന്നാം, അല്ലെങ്കിൽ തീ പോലെ തോന്നിക്കും, അല്ലെ? അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അത് കുറച്ച് ദൂരെയായി എന്ന് വെച്ചിട്ട് തീ ഇല്ലാതാകുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തീ എവിടെയോ ഉണ്ട്, പക്ഷെ നമ്മളുടെ ആ ഒരു കാഴ്ചക്കുണ്ടാകുന്ന ആ ഒരു ഇതാണ് ഒരു ഭ്രമമാണ്, ഒരു വിഭ്രമം മാത്രമാണ്. അതുപോലെ തന്നെ എന്താണ് വെള്ളത്തിൽ ആകാശം കാണും. നമ്മൾ പുരുഷോത്തമ യോഗത്തിൽ ഭഗവത്ഗീതയിൽ കണ്ടിട്ടുണ്ടല്ലേ. ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞു തന്നെ നമ്മൾ ജലാശയത്തിൽ അടുത്ത് നിൽക്കുമ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ തലകീഴായിട്ട് നിൽക്കുന്ന ആ ഒരു തോന്നലുണ്ടാകും, അല്ലേ? ആ തോന്നൽ പോലെ തന്നെയാണ്, അല്ലേ? ഭൗതിക ലോകത്തിൽ ആത്മീയ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും കീഴായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തെ നമ്മൾ കാണുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഈ ഒരു മായയിലാണ്ട് ആണ് നമ്മൾ എല്ലാം ജീവിച്ചു പോകുന്നത്, അല്ലേ? ഭഗവാന്റെ ഈ മായ അപ്പോൾ ഇതേപോലെയാണ് ഉപമിച്ചിരിക്കുന്നത്. തീയിൽ വെള്ളം കാണുന്നത് പോലെയും വെള്ളത്തിൽ ആകാശം കാണുന്നത് പോലെയും ഒരു മായ പോലെ പ്രകൃതിയുടെ 3 ഗുണങ്ങളുടെ പ്രതിഫലനമായി ഭൗതിക ലോകങ്ങളിൽ താത്കാലികവും അസത്യവുമാണെങ്കിൽ അവനാൽ സത്യമാകുന്നു. അപ്പം
കൃത്യമായിട്ടുള്ള കാര്യമാണ്. താൽക്കാലികമാണ് ഈ ഭൗതിക ലോകങ്ങളെല്ലാം തന്നെ. ഈ പറയുന്ന ഈ വെള്ളത്തിൽ ഇതുപോലെ തന്നെ വൃക്ഷങ്ങളും അതുപോലെ ആകാശവും ഇതെല്ലാം കാണുന്നത് പോലെ തന്നെ ഇതൊക്കെ താൽക്കാലികമാണെങ്കിലും ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം നമുക്ക് എന്താണ് ഇതൊക്കെ യഥാർത്ഥമാണെന്ന് തോന്നുന്നു. അതും ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അവനെ ധ്യാനിക്കുന്നു. ഈ മായാപ്രപഞ്ചത്തിന്റെ പ്രതിബിംബങ്ങളിൽ നിന്ന് എപ്പോഴും മാറി നിലകൊള്ളുന്ന ശാശ്വതമായ ആത്മീയ ലോകത്ത് വസിക്കുന്ന ശ്രീകൃഷ്ണനെ തന്നെയാണ് ഞാൻ ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ മായകളൊന്നും ബാധിക്കാത്ത ശാശ്വതമായ ഗോലോക ധാമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു മായയും അവിടെ ബാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ എപ്പോഴും സ്ഥിരനായ ആദ്യനായ അദ്വൈതനായ ഈ പറയുന്ന ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതിൻ്റെ ഒരു ഭാവാർത്ഥം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ പേജുകളുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ വായിച്ചു നോക്കണം. ശ്രീല പ്രഭാതരുടെ ആ ഒരു ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഒരു 3-4 ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഒന്നും തീരുന്നതല്ല ഈ ഒന്നാമത്തെ ശ്ലോകം. അപ്പോൾ അത് നമ്മളപ്പം ഇതേ ശ്ലോകങ്ങൾ തന്നെ നമ്മൾ ഭഗവത്ഗീതയിൽ ഇതേപോലെ തന്നെ അർത്ഥം വരുന്ന പല ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒന്ന് അഹം സർവസ്യ പ്രഭവോ, ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷത്വം പറയുന്ന ശ്ലോകമാണ്. അത് 10.8. ഭഗവത്ഗീത ഉള്ളവരൊന്ന് എടുത്തു നോക്കാം ആ ശ്ലോകം 10.8. അങ്ങനെ കിട്ടിയവർ അത് മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് വായിച്ച നന്നായിരുന്നു. 10.8. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഓം മാതാജി. നമോ ദേവായ. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാ. ഹരി ഓം തത്സത്. ഹരേ അതിന്റെ വിവർത്തനം കൂടെ ഒന്ന് വായിച്ചോളൂ മാതാജി. കൃഷ്ണ. വിവർത്തനം വൈ രവീന്ദ്ര ശേഷി ഭക്തിവേദ സ്വാമി ശ്രീല പ്രഭാത്. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നു ഭൗതിക അഹം സർവസ്യ പ്രഭു, ഞാനാണ് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് ഭഗവാൻ പറയുന്നു അല്ലെ. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. വെരി ക്ലിയർ ആണല്ലേ ആ സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്ത ഒരു ശ്ലോകം വാസുദേവ സർവമിതി സ മഹാത്മാ സുർലഭ 7.19. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് പറഞ്ഞ ശ്ലോകം 7.19. ആരെങ്കിലും വായിക്കാമോ? ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി ഓം നമോ ഭഗവതേ വാസുദേവായ. 7 ശ്ലോകം 19. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം കൂടെ വായിച്ചോളൂ മാതാജി. വിവർത്തനം ബൈ ശ്രീല പ്രഭാത് കി ജയ്. അസംഖ്യം ജനന മരണങ്ങൾക്കു ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമാണെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. ഹരേ കൃഷ്ണ. അതായത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായിട്ടുള്ളൊരു വ്യക്തി വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ആണെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണെന്ന് ഭഗവാൻ പറയുന്നു അല്ലേ. നമ്മളൊരു മഹാത്മാവ് എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹം ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, വാസുദേവനാണ് സർവവും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന വ്യക്തികളൊക്കെ തന്നെ മഹാത്മാക്കളാണ്. അടുത്ത് അത് 14.4 ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? ആരും വായിക്കുന്നില്ലെങ്കിൽ വായിക്കും. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി വായിച്ചോളൂ. വായിച്ചോട്ടെ.
സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ താസാം ബ്രഹ്മ മഹദ്യോനിരഹം ബീജപ്രദപിതാ. ഹരേ കൃഷ്ണ പ്രഭു. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദമായ പിതാവും ഞാൻ തന്നെയാണെന്ന് അറിയണം. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ബീജം നൽകി അവരുടെ പരംപിതാവ് ആരാണ്? ഭഗവാനാണെന്ന് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നു. അഹം ബീജപ്രദ പിത. അതായത് നമ്മൾ പറയുന്ന നമ്മളാരും പുരുഷന്മാരായിട്ടുള്ള വ്യക്തികളൊന്നും അല്ല. കാര്യം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്ത ബീജപ്രദാവായ പരംപിതാവ് എന്നുള്ള ഈ ശ്ലോകം വ്യക്തമാക്കുകയാണ്. അടുത്ത ശ്ലോകം 9.11. 9:11. അവജാനന്തി മാതാജി പറഞ്ഞു. സിബി മാതാജി. ഇല്ല പ്രഭു, ഞാൻ കിച്ചണിലായിരുന്നു. ഞാൻ അതാണോ ചോദിക്കാൻ വേണ്ടി അതെ. ചോദിച്ചല്ലോ. സോറി. ഇല്ല, കുഴപ്പമില്ല. അവജാനന്തി മാമൂഢാം മാനുഷീം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂതം മഹേശ്വര. അതായത് സാധാരണഗതിയിൽ മൂഢരായ വ്യക്തികൾ ആരും തന്നെ എന്താണ് ഈ ഞാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചു, അത് ഞാനൊരു ഗോപാലകനാണെന്ന് വിചാരിച്ചു, അല്ലേ, ഒരു കാലിയം മേയ്ക്കുന്ന ഇടയനാണെന്ന് വിചാരിച്ചു. സാധാരണഗതിയിലുള്ള മൂഢന്മാരായിട്ടുള്ള മനുഷ്യർ അവരെൻ്റെ പരംഭാവം അല്ലെങ്കിൽ സുപ്രീമസി അറിയുന്നില്ല. പരംഭാവം അജാനന്തോ മമഭൂത മഹേശ്വര. ഞാൻ വെറൊരു സാധാരണക്കാരനല്ല. ഞാൻ ആരാണ്? എല്ലാ ഭൂതങ്ങളുടെയും ഈശ്വരനുമല്ല. ഞാൻ മമഭൂതം മഹേശ്വരനാണ്. ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും മഹേശ്വരനാണ് എന്ന് അവരറിയുന്നില്ല. അതാണ് നമ്മളിലേക്ക് പ്രശ്നം, അല്ലേ? നമ്മൾ ആരാണ് മഹേശ്വരൻ എന്ന് നമ്മൾ അറിയുന്നില്ല. അടുത്തത് 5:18. 5:18 ആർക്കാണ് വായിക്കാൻ പറ്റുന്നത്? 5:18. ഹരേ കൃഷ്ണ. ഹരേ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ജൈവ സ്വഭാഗേ ച പണ്ഡിത സമദർശിന. അതിന്റെ വിവർത്തനം കൂടെ വായിച്ചു മാതാജി. അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നെയ്മാംസം ഭക്ഷിക്കുന്ന ചണ്ടാളനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പണ്ഡിതനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ പറയുന്ന ശ്ലോകങ്ങളായിരുന്നു. നമുക്കൊരു പണ്ഡിതനാകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമഭാവനയോടുകൂടി കാണണം. അത് ഭഗവാൻ പറഞ്ഞ വാക്കാണ്. നമ്മൾ എല്ലാവരെയും ഒരേപോലെ കാണണം. ഇനി അടുത്തത് 5:29. അത് ഭക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാത്വമാം ശാന്തി മൃച്ഛതേ. ഇതാണ് ശാന്തി മന്ത്രം എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്ലോകമാണ്. ഭോക്താരാം യജ്ഞതപസം. ഞാനാണ് 5:29. ഭോക്താരാം യജ്ഞതപസാം. ഞാനാണ് യജ്ഞങ്ങളുടെ തപസ്സിന്റെ എല്ലാം ഭോക്താവ്. സർവലോക മഹേശ്വരം. എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനല്ല, ഞാൻ മഹേശ്വരനാണ്. സുഹൃതം സർവഭൂതാനാം. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. സർവഭൂതാന എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മനുഷ്യരുടെ എന്ന് മാത്രമല്ല. സുഹൃതം ഞാൻ എല്ലാവരുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. ഞാൻ എല്ലാവരുടെയും അഭ്യുദകാംക്ഷിയാണ്, അല്ലേ? നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരാൾക്കും മോശം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. എല്ലാവർക്കും നല്ലത് വരണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലേ? അതുകൊണ്ടാണ് ഇതിന് ശാന്തി മന്ത്രം എന്ന് പറയുന്നത്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതി. എല്ലാവർക്കും നല്ല ശാന്തി സമാധാനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഭഗവാനെ പറ്റി മറ്റു പലരും മറ്റു രീതിയിൽ വഴക്കുണ്ടാക്കിക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിക്കും. ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ കാരണമല്ല നമുക്കൊന്നും ഉണ്ടാകുന്നത്. ഭഗവാൻ എല്ലാവരും ശാന്തി മാത്രമേ, സമാധാനവും മാത്രമേ ഭഗവാനാണ് നമ്മളുടെ എപ്പോഴും എക്കാലത്തെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയും. മറ്റൊരാളും ഇല്ല. നമ്മൾ എവിടെ വരെയുണ്ട്? നമ്മളെ ചിതയിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേന് നമ്മൾ വാതിൽപ്പടി വരെ ഭാര്യ, അത് കഴിഞ്ഞിട്ട് ചിത വരെ ഉള്ള മകൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടത് ഒറ്റയ്ക്കാണ് പോകേണ്ടത്, അല്ലേ?
അപ്പം ആരാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്? സാക്ഷാൽ പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ തന്നെ, പരമാത്മാ രൂപത്തിൽ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഭഗവാൻ. അപ്പം ഈ ശ്ലോകങ്ങൾ നമ്മൾ ഈ ഒന്നാമത്തെ ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാര്യം ഇതിലെ ഈ ഈ പറയുന്ന ആ, ഇത് വായിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും. ഇത് വായിച്ചു തീർക്കണമെങ്കിൽ 4-5 പേജുണ്ട്. അപ്പം ഞാൻ ഇനിയൊരു സമയം ഒരു 6 മിനിറ്റ് കൂടുതലെടുത്തു. ഒരു ചെറിയ കഥയും കൂടെ കൂടി പറഞ്ഞിട്ട് ഞാനത് ഇത് ചെയ്യാം. ആർക്കെങ്കിലും ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സമയം കഴിഞ്ഞു. ആ, അപ്പം എന്താണ് കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ, ഒരു ആത്മദേവൻ എന്ന് പറഞ്ഞ നല്ല ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഭാര്യയുടെ പേര് ദുന്ദുലി എന്നായിരുന്നു. അപ്പോൾ ഈ ദുന്ദുലി എന്താണ് നമ്മുടെ ഇപ്പം നാട്ടിലൊക്കെ കാണുന്ന മോഡേൺ ആയിട്ടുള്ള സ്ത്രീകളെ കൂട്ടാണ്. ദുന്ദുലിക്ക് ആണെങ്കിൽ എന്താണ് ഗർഭവതിയാകാനൊന്നും താല്പര്യമില്ല. കാര്യം ശരീരമൊക്കെ ഉടയും, അവരുടെ ഭംഗി സൗന്ദര്യം പോകും എന്നുള്ള ഇതാണ്. ആത്മദേവൻ ഒരു പുത്രനെ കിട്ടാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹവും. അങ്ങനെ ആത്മദേവൻ പല സമയം ഇത് ചോദിച്ചിട്ടും ഇവര് നിരാകരിക്കുകയായിരുന്നു. കാര്യം എനിക്ക് പ്രസവിക്കാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിയുകയായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, ഈ ആത്മദേവൻ ഇതുപോലെ തന്നെ വളരെ വിഷമത്തോടു കൂടി വനാന്തർഭാഗത്തൂടെ പോയപ്പോൾ കുറേ ദിവ്യന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു, ഇനി ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നു, ആ, കാര്യം അങ്ങനെ ഒരു പുത്രനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പല ചിത്രകേതുവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ചിത്രകേതു ഒരു പുത്രന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ദുഃഖം തരും അല്ലേ? പിന്നീട് ദുഃഖം തരും. ദുഃഖവും സന്തോഷവും സൗഭാഗ്യവും തരും. എന്നിരുന്നാലും ആ യജ്ഞകുണ്ടത്തിൽ നിന്ന് വന്നൊരു മാങ്ങ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന ആത്മദേവന് കൊടുത്തു. ഇത് നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കൂ, ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല പുത്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇത് ഭാര്യയെ കൊണ്ട് ഏൽപ്പിച്ചു, ദുന്ദുലിയെ കൊണ്ട് ഏൽപ്പിച്ചു ആത്മദേവൻ. അപ്പം ദുന്ദുലി എന്ത് ചെയ്തു, ഭർത്താവ് പറഞ്ഞല്ലേ രാജാവും കൂടെയാണ്, നിരസിച്ചില്ല, അത് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ അന്തഃപുരത്തിൽ പോയിട്ട് അനിയത്തി ഒരു വളരെ വക്രബുദ്ധിക്കാരത്തിയാണ് ദുന്ദുലിയുടെ. ആ അനിയത്തിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പാവജന്മ ഉള്ള ആളാണ്, വളരെ ദുർമാർഗിയാണ്. അപ്പോൾ ഈ ഇതുപോലെ എനിക്കാണ് പ്രസവിക്കാനായിട്ട് തീരെ താല്പര്യമില്ല. അപ്പം ഞാൻ ഈ പഴം എന്ത് ചെയ്യും, ഞാനിത് കളയട്ടെ. അപ്പോൾ രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പം ഒരു പക്ഷേ വലിയ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ വക്രബുദ്ധിക്കാരിയായ ഈ ദുന്ദുലിയുടെ അനിയത്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓൾറെഡി ഗർഭവതിയാണ്. അപ്പോൾ അതുകൊണ്ട് നീ ഗർഭം അഭിനയിക്കുക. അതായത് ദുന്ദുലി, അതായത് ഇതിൻ്റെ ചേച്ചി ഗർഭം അഭിനയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മാങ്ങ കൊണ്ട് കളയുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ എന്ത് ചെയ്യും, ഞാൻ നിനക്ക് തരും. നീ ഒരു 8-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസം ആകുമ്പോൾ ഗർഭം അലസി എന്നുള്ള രീതിയിൽ അഭിനയിക്കുക. അപ്പം നമ്മളുടെ രണ്ടുപേരുടെയും പ്രശ്നം തീർന്നു കിട്ടുമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? കളയാനാണോ പ്രഭുജി? അത് പശുവിന് കൊടുക്കല്ലേ പശുവിന് ചെയ്യാ? കൊടുക്കുകയാണ്. അതിലേക്ക് വരുവാണ് ഞാൻ മാതാജി, അത്ര ആയിട്ടില്ല. അപ്പം ഓക്കെ സോറി. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ ഇവര് രണ്ടുപേരുടെ ഈ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഈ പഴം എടുത്ത് പശുത്തൊഴുത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ ഒരു പശു ഈ പഴം മാങ്ങ കഴിച്ചു. അങ്ങനെ ഇതുപോലെ തന്നെ ഈ പശു ഗർഭിണിയാകുന്നു. അങ്ങനെ ഇവര് ഗർഭം അലസി എന്ന് പറഞ്ഞൊരു ഡ്രാമ ഉണ്ടാക്കി. അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകുന്നു. ആർക്ക്? ഈ പറയുന്ന ഈ ദുന്ദുലിയുടെ അനിയത്തിക്കുണ്ടായ പുത്രനുണ്ടായി. അതുപോലെ തന്നെ പശുവിന് ഒരു പുത്രനുണ്ടായി. പശുവിന് പുത്രനുണ്ടായപ്പോൾ അത് 2 ചെവികളോട് കൂടിയാണ് ഉണ്ടായത്, പശുവിനുണ്ടായതുകൊണ്ട്. അതുകൊണ്ട് അതിനെ ഗോകർണൻ എന്ന് അറിയപ്പെട്ടു. ഇത് ആരാണെന്ന് അറിയാമോ മാതാജി? ഇപ്പൊ കഥ കേട്ടിട്ടുള്ള കാരണം ഹരേ കൃഷ്ണ. ഗോകർണൻ മറ്റേയാളാ? മറ്റേയാള് ദുന്ദുകാരി. ദുന്ദുഹാരി. അപ്പൊ അങ്ങനെ എന്താണ്, ദുന്ദുഹാരിയും ഗോകർണനും 2 കുട്ടികൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഈ ചെറുപ്പം മുതലേ തന്നെ ഈ പറയുന്ന ഗോകർണൻ എന്ത് ചെയ്തു, വളരെ
ആത്മീയമായും വളരെ നല്ല സൗമ്യ സ്വഭാവവും എല്ലാം ഉണ്ട്. വളരെ ജ്ഞാനവും വളരെ ഭക്തനും ഒക്കെ ആയിരുന്നു ആ, ഗോകർണൻ. അതുപോലെ തന്നെ ഈ പറയുന്ന ദുന്ദുകാരി എന്ത് ചെയ്തു? ദുന്ദുകാരി എന്ന് പറഞ്ഞാൽ ഈ ദുർമാർഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായത് കൊണ്ട് അതിന് വളരെ ദുർമാർഗിയായിരുന്നു. അതുപോലെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കൈയും കണക്കുമില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആത്മദേവൻ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആത്മദേവൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഗോകർണനെ അപ്പം ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പം ഈ ഇതുപോലെ തന്നെ ആത്മദേവന് തന്നെ സംശയം തോന്നി, ഇത് എൻ്റെ പുത്രൻ ഇവനാകാനായിട്ട് യാതൊരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കാം, പശുവിന് പിറന്ന ഇത് തന്നെ ആയിരിക്കാം എന്ന് സംശയം തോന്നി. കാര്യം ആ പെരുമാറ്റത്തിലെല്ലാം തന്നെ ഈ പറയുന്ന രാജാവിനോട് വളരെയധികം സാമ്യം ആത്മദേവനോട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആകെ വിഷമത്തിലാണല്ലോ, ഇവൻ്റെ പ്രവൃത്തി വളരെ മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 50 കഴിഞ്ഞില്ലേ, ഇനി എന്താണ്, വാനപ്രസ്ഥത്തിന് പോയിക്കൂടെ? അപ്പം നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ആ, ഇക്കാവൻ. ഇക്കാവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻ അല്ലേ? 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ 51 അല്ലേ? ഇക്കാവൻ, വനത്തിലേക്ക് പോയിക്കൂടെ? അല്ലെ, തപസ്സിനുള്ള സമയമായല്ലേ, തപസ്സിനുള്ള ഭഗവാനെ പ്രാപിക്കാനുള്ള, ഇനി എന്തിനാണ് ഈ രാജ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഈ പറയുന്ന ആത്മദേവന് ഉപദേശം കിട്ടി. അതുപോലെ തന്നെ ആ, അങ്ങനെ ആത്മദേവൻ വനത്തിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ ആ സമയത്ത് എന്തിനാ ആത്മദേവൻ പോയി കഴിഞ്ഞ ശേഷം ആരുടെ കീഴിലായി? ദുന്ദുഹാരിയുടെ കയ്യിലായി ഭരണമെല്ലാം. അപ്പോൾ എന്ത് ചെയ്തു? വളരെ ദുർമാർഗിയായി ഇയാള് ചെയ്യുന്നത് എന്താണ്? ഈ പിടിച്ചുപറി, അതുപോലെ തന്നെ പിടിച്ചുപറി, മോഷണം, അതുപോലെ തന്നെ മൃഗങ്ങളെ കൊല്ലുക, മനുഷ്യരെ കൊല്ലുക, അങ്ങനെ ഇല്ലാത്ത പ്രവൃത്തികളൊന്നുമില്ല. അങ്ങനെ ഒരു 4-5 വേശ്യാ സ്ത്രീകളോടൊപ്പം തന്നെ ഇത് രാജധാനിയിൽ താമസമായി. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു? മനം നൊന്തിട്ട് ഈ പറയുന്ന പോലെ ദുന്ദുലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ദുന്ദുലി ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന ഈ ദുന്ദുഹാരി യുടെ പ്രവർത്തനം ഇങ്ങനെ വളരെയധികം കൂടി വന്നു. അങ്ങനെ ഈ അതായത് 3-4 വേശ്യമാര്, അതുപോലെ തന്നെ ഈ ഇദ്ദേഹം പണത്തിന് വേണ്ടിയിട്ട് മദ്യപാനം തുടങ്ങി, അതുപോലെ തന്നെ ഈ മാംസാഹാരം ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ധർമ്മവും എല്ലാം നശിച്ചു. നമ്മൾ പറഞ്ഞ ധർമ്മത്തിൻ്റെ 4 സ്തൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ല, അതെല്ലാം അങ്ങ് നശിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഈ അവസ്ഥയിൽ ഇവർ വിചാരിച്ചു, ഈ വേശ്യാസ്ത്രീകൾ എന്ത് വിചാരിച്ചു? രാജാവ് അങ്ങനെ വനത്തിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ രാജ്യം പിടിച്ചെടുത്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ, രാജാവ് എന്തെങ്കിലും ചെയ്യുമോ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ദൊന്ദുഹാരിയെ വക വരുത്തിയിട്ട് ഈ പറയുന്ന 4 സ്ത്രീകളുള്ള ധനവും സ്വർണവും ഒക്കെ ആയിട്ട് കടന്നു കളഞ്ഞു ഈ വേശ്യാസ്ത്രീകൾ. അങ്ങനെ രാജ്യം അരക്ഷിതമായിട്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്മയ്ക്ക് ബലിയിടാനായിട്ട് അമ്മ ദുന്ദുലിക്ക് ബലിയിടാനായിട്ട് ഗോകർണൻ ഇങ്ങനെ ആചാര്യന്മാരെ കൊണ്ടെല്ലാം ബലിയെല്ലാം ഇട്ട് തർപ്പണം എല്ലാം കഴിഞ്ഞ്, പിതൃതർപ്പണം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, ഈ ദുന്ദുഹാരി പറയുവാണ്, നീ ചെയ്ത കർമ്മങ്ങളൊക്കെ തന്നെ വിഫലമായ കാര്യം, അവർ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല, ഞാനിപ്പോഴും പ്രേതാത്മാവായിട്ട് ഇരിക്കുകയാണ്, നീ നിരൂപിച്ചാൽ മാത്രമേ ഉള്ളൂ. അനുജനാണ്, സ്വന്തം അനുജനോട് അത്രയും നാളും യാതൊരു പ്രതിബദ്ധതയില്ലായിരുന്ന ആ ഒരു ജ്യേഷ്ഠൻ ഈ പ്രേത രൂപത്തിലായി കഴിഞ്ഞപ്പം ഈ അപേക്ഷിക്കുകയാണ്, നീ എന്തെങ്കിലും നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടത്തുള്ളൂ, ഞാനിപ്പോൾ പ്രേതാത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്, രാജധാനി മുഴുവനും പ്രേതാത്മാക്കളുടെ ഒരു വലയം തന്നെ. കാര്യം എന്താണ്, ഒരുപാട് പേരെ ഈ ദുന്ദുഹാരി വധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുന്ദുഹാരി വധിച്ച ആത്മാക്കളെല്ലാം തന്നെ എന്താണ്, വളരെയധികം യാതന സഹിക്കുകയാണ്, പ്രേതാത്മാക്കളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അവർക്കൊന്നും മോക്ഷം കിട്ടുന്നില്ല. അപ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന ഗോകർണനോട് യാചിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ഗോകർണൻ വീണ്ടും ഈ സന്യാസിമാരുടെ, ഈ ഋഷിവര്യന്മാരിരിക്കുന്ന സ്ഥലത്ത് എന്ന് ചോദിക്കുന്നു, എന്താണ് ഒരു മാർഗം? ഈ പറയുന്ന ഈ പൂജകളും കർമ്മങ്ങളും ഒന്നും ചെയ്തിട്ട് ഈ പറയുന്ന പ്രേതാത്മാക്കൾക്കൊന്നും തന്നെ മോക്ഷം കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഒരു മാർഗം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ ഉപദേശിച്ചു തരുന്ന ഈ പറയുന്ന ഗ്രന്ഥം അതുപോലെ തന്നെ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് തീർക്കുക. അങ്ങനെ 7 ദിവസം പാരായണം ചെയ്ത് തീർക്കുമ്പോഴത്തേക്കിനും അതിനുള്ള മാർഗം തെളിഞ്ഞു വരുമെന്ന് പറയുന്നു. അപ്പോൾ നീ എന്ത് ചെയ്യണം, ഒരു മുളം കമ്പിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ പ്രേതാത്മാവിനെ ആവാഹിച്ചിട്ട്, ഈ പറയുന്ന ദുന്ദുഹാരിയെ ആവാഹിച്ചിട്ട് 7 കെട്ട് ഇട്ട് കെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മുളയുടെ ഉള്ളിൽ
ദ്വാരമല്ലേ. അപ്പം അങ്ങനെ മുളങ്കമ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ പ്രേതാത്മാവിനെ ആവാഹിച്ച് വരുത്തിയിട്ട് എന്ത് ചെയ്തു, 7 കെട്ടിട്ടു. അപ്പോൾ ഓരോ ദിവസവും ഈ ഭാഗവതം ആണ് ഉപദേശിച്ചു കൊടുത്തത്, ശ്രീമദ് ഭാഗവതമാണ് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ ദിവസവും എന്താണ് ഓരോ കെട്ട് പൊട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 7ാമത്തെ ദിവസം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് സംഭവിച്ചിരുന്നത്, ഈ പറയുന്ന പ്രേതാത്മാവിന് എന്താണ് വൈകുണ്ഠ പ്രാപ്തി കിട്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഋഷിവര്യന്മാരോടും ഈ പറയുന്ന ഗോകർണൻ സംശയരൂപേണ ചോദിക്കുന്നു, ഇത്രയും പാപം ചെയ്ത ആ ഒരു പ്രേതാത്മാവിന് മോക്ഷം കിട്ടി, നമ്മൾ ഈ പാരായണം ചെയ്ത നമ്മൾക്ക് എന്താണ് മോക്ഷം കിട്ടാതെ, വൈകുണ്ഠപ്രാപ്തി കിട്ടാത്തതെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ ഋഷിവര്യന്മാർ പറയുവാണ്, ആ പ്രേതാത്മാവായിട്ട് ഉള്ള അവസ്ഥയിൽ എന്താണ് അതിൻ്റെ ഒരു ശ്രദ്ധ, ആ ഭാഗവത ശ്രവിക്കുന്ന ശ്രദ്ധയും ആകാംക്ഷ എന്താണ്, എനിക്ക് മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇത് കേൾക്കുന്നത്. നമ്മളിത് പാരായണം ചെയ്തു പോയാൽ നമ്മൾക്ക് ആ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു, ആ ഒരു എന്താണ് അഭിനിവേശം ഇല്ലായിരുന്നു. പക്ഷെ ആ പ്രേതാത്മാവായിട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ആ ജീവാത്മാവിനുണ്ടായ അത്യധികമായ ഒരു ആസക്തി, ഇത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഡെലിവർ ആകണം, ഇവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കാൻ എനിക്ക് ഇനി സാധിക്കില്ല, കാരണം ഞാൻ ചെയ്ത കൂട്ടിയ പാപങ്ങൾ അതിന് മാത്രമാണ്. അപ്പം അങ്ങനെ പോലും അത്രയും പാപങ്ങൾ ചെയ്ത ആൾക്ക് പോലും തന്നെ എന്താണ് ഈ ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് എന്താണ് മോക്ഷം കിട്ടി ദുന്ദുഹാരിക്ക്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഹരിബോൾ, ഹരേ കൃഷ്ണ. ലീവ് ചെയ്യേണ്ടവർക്ക് ലീവ് ചെയ്യുകയും ചെയ്യാം, സമയമുള്ളവർ മാത്രം, ഉറക്കം വരാത്തവർ, നാട്ടിൽ നിന്നുള്ളവർ എനിക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് ലീവ് ചെയ്യാം. ഗീതാകാരി മാതാജി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാതാജി ഒന്ന് കറക്റ്റ് ചെയ്ത് പറയണം. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ സാവിത്രി മാതാജിയൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവതം ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും മുക്തിയാകുകയും ചെയ്യും, ഭഗവാന്റെ ഗോലോകത്ത് എത്തിപ്പെടുകയും ചെയ്യും, ഹരേ കൃഷ്ണ. മോക്ഷം കിട്ടും. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി ഉറങ്ങിയോ? എന്നാ ഭാരതി മാതാജി. കൃഷ്ണ പ്രഭു, സർവകാരണങ്ങളുടെയും പരമകാരണം വാസുദേവൻ തന്നെയാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാനാണ് നമ്മുടെ എല്ലാറ്റിന്റെയും നാഥൻ. ഹരേ കൃഷ്ണ. അടുത്തത് അമ്പിളി മാതാജി. ഞാൻ പോയിന്റ് അല്ല പ്രഭു, ഞാൻ ഗ്ലോറിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രഭുവിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉള്ള അവതരണം, നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് പ്രഭുവിന്റെ ക്ലാസ്. പ്രഭുവിന്റെ സാധനയുടെ ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. എല്ലാ ആശംസകളും പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. വന്ന് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം മാതാജി. ഞാൻ പിച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇവരുടെ എല്ലാ ഗൈഡൻസിൽ, ഗുരുപ്രഭുവിൻ്റെയും ഗീതാകാനി മാതാജിയുടെയൊക്കെ ഗൈഡൻസിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഇതൊക്കെ ഉണ്ടാകാം, തെറ്റുകളൊക്കെ ഉണ്ടാകാം, നിങ്ങളെല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാലും മാതാജിയുടെ ഗ്ലോറിഫിക്കേഷന് താങ്ക്സ്. ഹരേ കൃഷ്ണ. യമുന മാതാജി. യമുന മാതാജി. ഹരേ കൃഷ്ണ. മാതാജി കേട്ടിരുന്നോ? കൃഷ്ണകുമാരി മാതാജി. ഭഗവാൻ പരമം ദിവ്യോത്തമ പുരുഷനാണ്. പറഞ്ഞു മാതാജി. ഭഗവാൻ ദിവ്യ പരമപുരുഷനാണ്, പരമോത്തമ പുരുഷനാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ? അടുത്തത് രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഈ നമ്മുടെ ഇവിടുന്ന് വിട്ട് ഭഗവാന്റെ ധാമത്തേക്ക് പോകുമ്പോ ആ ഒരു ഭാഗവതത്തിലാണ് ഭഗവാന്റെ എല്ലാ ഇതും ആക്കിയിട്ട് പോയത്. അതിന് ആ ഒരു ശ്ലോകം കൂടി ഉണ്ട്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി സ്വീകൃതോസി മയാനാഥ മുഖ്യർത്ഥം ഭവസാഗരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ഇനി
സിബി മാതാജി എന്തെങ്കിലും മാതാജിക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാതാജി ഒന്ന് കറക്റ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, എന്താ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഒരു തെറ്റൊന്നും പ്രഭു പറഞ്ഞിട്ടില്ല, എല്ലാം ശരി തന്നെയാ പറഞ്ഞിരിക്കുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു. അമ്പിളി മാതാജി പറഞ്ഞ പോലെ നല്ല അവതരണം, കുറെ കഥകൾ കൂട്ടിയിണക്കി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പ്രഭുജി. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഹരിബോ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി പാർട്ടിസിപ്പേറ്റ്. മാതാജി ഇനി ഒരു ദിവസം ക്ലാസ് ഒക്കെ എടുക്കണം. ഞാൻ പലരെ കൊണ്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം മാതാജി ഒരു ദിവസം ഞാൻ പറയാം ഇടയ്ക്ക്. ഹരേ കൃഷ്ണ. എനിക്ക് ഞാനും പ്രഭു പറയുന്ന പോലെ ഞാനിങ്ങനെ പിച്ച വെച്ച് തരുന്നതേ ഉള്ളൂ. അത് സാരമില്ല, അത് ഞാൻ പിടിച്ചു കയറ്റിക്കോളാം. കുഴപ്പമില്ല, വീഴാതെ നോക്കിക്കോളാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാകാനി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇതുണ്ടോ? ഹരേ കൃഷ്ണ. നന്നായിരിക്കുന്നു കേട്ടോ. നല്ല അവതരണമൊക്കെയാണ്. പറഞ്ഞ പോലെ പ്രഭുവിന് നന്നായിട്ട് ശ്ലോകങ്ങളും കഥകളും ഒക്കെ അറിയാമല്ലോ. നന്നായിരിക്കുന്നു. ഭാഗവതം തുടങ്ങട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മുന്നോട്ട് പോകാനായിട്ട്. ഹരേ കൃഷ്ണ. മാതാജിക്ക് ഒരു ദിവസം ഞാൻ പറയാം ഒരു ശ്ലോകം. ഞാൻ മാതാജിക്ക് തരാം, നേരത്തെ കൂട്ടി അസൈൻ ചെയ്യാം. മാതാജി ഒന്ന് സഹായിക്കണം. കാര്യം ഈ ഒരു ശ്ലോകം കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് വരുന്നതെന്ന് നമുക്ക് അപ്രാപ്യമാണ്. ഇതുവരെ നമ്മൾ ഒരു ക്ലാസ് പൂർണ്ണമായിട്ടൊന്നും ഭാഗവതത്തിന്റെ ഇരുന്നിട്ടില്ല, ഈവൻ ഒന്നാമത്തെ സ്കന്ധത്തിന്റെ പോലും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് വാസ്തവം തന്നെയാണ്, പിച്ച വെച്ച് വരികയാണ്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ കഥ അവിടുന്ന് ഇവിടുന്ന് കേട്ട പൂർണ്ണമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഓടിച്ച് പറയായിരുന്നു, സമയക്കുറവുണ്ട്. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമുക്കിന്ന് ഉത്തമഭക്തി രോഹിണി ദേവി ദാസി മാതാജി ഉണ്ടായിരുന്നു. മാതാജി കേട്ടിരുന്നോ ഭാഗവതം? ഹരേ കൃഷ്ണ. ഉത്തമഭക്തി രോഹിണി ദേവി ദാസി മാതാജി ഉറങ്ങിയോ ആവോ? സാരമില്ലെന്ന് നമ്മൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും പോകണ്ടായതുകൊണ്ട്. ഉറങ്ങിയിട്ടില്ല പ്രഭു, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലേ? മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഓ, അങ്ങനെയൊന്നും ചോദിക്കില്ല പ്രഭുവിന്റെ അടുത്ത്. ഞാൻ പിച്ചിയും വെച്ചിട്ടില്ല, കിടപ്പാ. ആ പ്രായത്തിലേ എത്തിയിട്ടുള്ളൂ. ഞാൻ എന്നോടൊന്നും ചോദിക്കല്ലേ പ്രഭു. കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി റെഡി? ഇനി കൃഷ്ണകുമാരി പ്രഭുവിനിൽ മാതാജി നിന്നും റെഡിയാണോ? വേണം എനിക്ക് പിച്ച വെച്ച് കയറാൻ. അതെ അതെ, കുഴപ്പമില്ല മാതാജി. മാതാജി, കൃഷ്ണകുമാരി മാതാജി റെഡിയാണോ? മുമ്പേ വിളിച്ചപ്പോ കണ്ടില്ലായിരുന്നു. പ്രഭു ഇല്ല പ്രഭു. കുഴപ്പമില്ല, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്, അനന്തകോടി ആചാര്യവന്തി കി ജയ്. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ की ജയ്. ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സമയം ഒരുപാട് അതിക്രമിച്ചു. ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് കൃത്യം 1 മണിക്കൂറിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ടാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.